ഇന്ന് ഹോർമോസ് കടലിനടക്ക് കടലിന്റെ അടിയിൽ മൈൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കപ്പൽ കയറിപ്പാതെ അവിടെ കിടക്കുന്ന ഇറാൻ മൈൻ മാറ്റെങ്കിലേ കപ്പൽ മാറത്തോളൂ. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി വെടിനിർത്തൽ ഭാവി അമ്മയും കുഞ്ഞിനെ പച്ചയ്ക്ക് കൊന്നൊരു കാഴ്ച ലോക ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. 48 മണിക്കൂറിൽ ബ്രിട്ടൻ ലോകത്തിൽ നിന്ന് തീർത്ത് കളയും. ഹോർമോസിനോട് ചേർന്ന് കിടക്കുന്ന ആ കടൽ തീരങ്ങളെ ആക്രമിക്കൂ. ഇറാനിലുള്ള ഒരു ജീവനം കൊണ്ടോടി, യമനിലുള്ള ഒരു ജീവനം കൊണ്ടോടി. 1867 കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഫ്രാൻസിനകത്തൊരു മിലിറ്ററി പരേഡ് നടക്കുന്നു. നമ്മുടെ സൈനികാഭ്യാസം തിരുവനന്തപുരത്ത് നടക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നമുക്ക് കമാൻഡർമാർ വരുന്നത് പോലെ അത് നോട്ട് ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇന്നത്തെ കണക്ക് TV ചാനലല്ല, ലൈവല്ല, അവൻ്റെ പേര് തിയോഡർ ഹർഷ്. രാവിലെ ഈ പട്ടാളക്കാർ ഒരു മാർച്ച് പാസ്റ്റ് ഉണ്ട്, അതിനകത്ത് പടപടാവർ ടിങ് ടിങ് മാർച്ച് പോകുമ്പോൾ ഒരു കമാൻഡറെ പിടിച്ചിട്ട് അവന്മാർ എന്ത് ചെയ്യുന്നു, ഫ്രാൻസുകാർ അടിച്ചു കൊല്ലുന്നു. കൂടെ ഉള്ളവർ തിരിഞ്ഞു നോക്കിയതില്ല. അവൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ അദ്ദേഹം ഒരു കമാൻഡറല്ലേ, അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ യഹൂദനാ, യേശുവിനെ കൊന്നനാ, ഇവനെ കൊന്നാൽ ഞങ്ങളുടെ പാപം മാറും. അങ്ങനെ അത് കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ യഹൂദനായിരുന്നു. കേൾക്കണം, 30 വർഷം അവൻ കരയാൻ തുടങ്ങി. 1897 അവൻ 3 ദിന ഉപവാസ കൂട്ടങ്ങൾ വെച്ചു. ആഗസ്റ്റ് 29, 30, 31 ബാസൽ, സ്വിറ്റ്സർലൻഡിൽ അന്ന് ആദ്യമായി യഹൂദന്റെ മടങ്ങിവരവിന് വേണ്ടി ഒരു ബുക്ക് അടിക്കുവാനിടയായി. നമ്മൾ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ലഘുലേഖ അടിക്കുന്നത് പോലെ ബുക്ക് അടിച്ചു. 14 പേജുള്ള ബുക്ക് ലോകരാജ്യങ്ങൾ ചിതറി. ലോകരാജ്യങ്ങൾ യഹൂദൻ കരയാൻ തുടങ്ങി. അബ്രഹാം കാൽ ചവിട്ടി ഒരു തുള്ളി മണ്ണിൽ സകലരും മശിഹായോട് മത്സരിച്ചു ചിതറി. ആദ്യമായി അവരുടെ ഉപവാസങ്ങൾ നീണ്ടുപോയി. 14 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നു. 1911 ശ്രദ്ധയോടെ. അന്നേ ലോകത്തിലെ 2 വൻകിട ശക്തികൾ, 1 ബ്രിട്ടൻ, 2 ജർമ്മനി. ബ്രിട്ടന്റെ കീഴിൽ ഒരു ചെറിയ രാജ്യമുണ്ടായിരുന്നു ഓസ്ട്രിയ, ജർമ്മനിയുടെ കീഴിൽ ഒരു ചെറിയ രാജ്യമുണ്ടായിരുന്നു സെർബിയ. അപ്പോൾ ഓസ്ട്രിയയിലെ രാജകുമാര് നമ്മുടെ കളിക്കാവള കഴിഞ്ഞ് മാർത്താണ്ഡത്ത് പോകുന്നതിൽ ഒരു ഫ്ലവർ എക്സിബിഷൻ, പല സസ്യ പ്രദർശനം കാണുവാൻ വൈകിട്ട് നല്ല ജീപ്പിൽ ഭാര്യയുമായി പോയി. രാജകുമാരന്റെ പേര് ഫെർഡിനൻഡ്, ഭാര്യയുടെ പേര് സോഫിയ. കളിക്കാവള അതിർത്തി ചെന്നതുപോലെ സെർബിയ അതിർത്തിയിൽ ചെന്നപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന ഗൺമാർ അംഗരക്ഷകന് കുത്തേറ്റു. പിന്നെ നമ്മുടെ ചെമ്പൂരോട്ട് വന്നില്ല, നേരെ മാർത്താണ്ഡത്ത് ആശുപത്രി പോകുന്നത് പോലെ അവിടെ ചെന്ന് ഇദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അക്ഷമനായി വാതിൽക്കൽ കാത്തുനിന്ന ഫെർഡിനൻഡ് രാജകുമാരന് സെർബിയയുടെ ഒരു തീവ്രവാദി വന്ന് കുത്തിക്കൊന്നു കളഞ്ഞു. അതാ 1ാം ലോക മഹായുദ്ധമായി. 1914 മുതൽ 19 വരെ 1ാം ലോക മഹായുദ്ധം. ലോകം 2 ചേരിയിൽ, 1 ബ്രിട്ടന്റെ കൂടെ ഓസ്ട്രിയ, ജർമ്മനിയുടെ കൂടെ സെർബിയ. ഇതാണ് 1ാം ലോക മഹായുദ്ധത്തിന്റെ വിഷയം. അങ്ങനെ ഇരിക്കുമ്പോൾ സെർബിയ ജർമ്മനിയുടെ കൂടെ കൂടി. ജർമ്മനി ഒരു അവസാനത്തെ കമാൻഡ്മെന്റ് കൊടുത്തു, 48 മണിക്കൂറിൽ ബ്രിട്ടൻ ലോകത്തിൽ നിന്ന് തീർത്ത് കളയും. ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, കപ്പൽ പണമൂടെ അവിടെ കിടക്കുക, ഒരു രക്ഷയുമില്ലെന്നെങ്കിൽ ബ്രിട്ടനകത്ത് 3 നേതാക്കൾ. 1 ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ഡേവിഡ് ലോൺ ജോർജ്, അവിടുത്തെ ഗവർണർ ആർതർ ബാൽഫോർഡ്, അതിന്റെ സൈന്യത്തിന്റെ കമാൻഡർ ഡേവിഡ് അലൻബി. ആ യൂണിവേഴ്സിറ്റിക്ക് അകത്തിരിപ്പുണ്ടൊരുവൻ, മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി, അവന്റെ പേരാ ചെയ്യാം വൈസ്മാർ, അഥവാ സിയോൺ സംഘത്തിന്റെ നേതാവ്. അവന് ആദ്യത്തെ TNT, ട്രൈനൈട്രോട്ടോളുവിൻ. Those students heard this ways in this evening, you are come to the PSC test. അതിനകത്ത് TNT വരും. TNTയുടെ ഫുൾഫോം ട്രൈനൈട്രോട്ടോളുവിൻ. ഉണ്ടാക്കിയത് ഒരു യഹൂദൻ, അവന്റെ പേര് തിയോഡർ ഹർസൻ. സിന്തറ്റിക് സ്റ്റാർച്ചിൽ നിന്ന് അത് ഉണ്ടാക്കുന്നത്. അവന്റെ കൈ ഇഷ്ടം പോലെ ഗ്രനേഡുകളുണ്ട്. പണ്ട് സമുദ്രത്തിൽ കൊണ്ടുപോകാൻ ഒരു നിർവാഹമില്ല. അങ്ങനെയെങ്കിൽ കൊട്ടാരത്തിലേക്ക് അവർ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, 48 മണിക്കൂർ കൊണ്ട് ബ്രിട്ടൻ എന്ന സാമ്രാജ്യം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം തീരും. ജർമ്മനി നമ്മളെ തകർക്ക് ഒരു ബോംബടി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. നേരെ അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിൽ വന്നു. അദ്ദേഹം മുട്ടുമടക്കി കരയുവാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ ഒരു വചനം കൊടുത്തു. വായിക്കേണ്ട ഇയ്യോബ് 38, 22, 23. അതിനകത്ത് 1ാം ലോക മഹായുദ്ധത്തിന്റെ കാര്യങ്ങൾ ഇയ്യോബ് അതിനകത്ത് രേഖപ്പെടുത്തി. നീ ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? പോരും പൊടയുമുള്ള നാളിലേക്ക് ഞാൻ അതിനെ വെച്ചിരിക്കുന്നു. അവന്റെ മനസ്സ് കത്തുവാൻ തുടങ്ങി. ആരാമാമ ഇയ്യോബ്. ഇന്ന് രാത്രി 3ാം രാത്രി കൺവെൻഷന് കേൾക്കുന്നവർ മനസ്സിലാക്കണം, ഊസ്ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. ആടുമാടുകൾ, ഭാര്യ എല്ലാം പോയി. അവസാനം വോട്ട് കഷണമെടുത്ത് ശരീരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനായിരുന്നു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ? എന്റെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമയിൽ നിൽക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആരൊക്കെ തള്ളിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും പ്രാർത്ഥിക്കുന്നവനൊരു പ്രത്യാശയുണ്ട്. ബശുഹായുടെ കാഹളം കേൾക്ക്. ഇന്ന് രാത്രി വചനം മനസ്സിലാക്കുന്നവർക്കായി ഒരു കാര്യം കൂടെ പറയാ. ഊസ്ദേശത്ത് സുന്ദരനായ മനുഷ്യൻ സാത്താൻ ഒന്ന് മേലോട്ട് പോയി വിസിറ്റ് വിസയ്ക്ക്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നോ? സതീശൻ സാറ് മുഖ്യമന്ത്രിയാകുമോ? അല്ലെങ്കിൽ പിണറായി സാർ വരുമോ? വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അദാനി
എയർപോർട്ട് കൊണ്ടുപോയെന്നല്ല സ്വർഗം ചോദിച്ചത്. എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവച്ചോ? കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി പ്രസംഗിക്കുന്നവന് ലോകം മുഴുവൻ അറിയും, പ്രവാചകന്മാരെ നാട്ടുകാരറിയും, സ്റ്റേജിനകത്ത് പാടുന്ന കുഞ്ഞുങ്ങളെ ലോകം മുഴുവൻ അറിയും. എന്നാൽ രാത്രി മുഴുവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി കമ്മിറ്റിക്കകത്ത് നിന്റെ പേര് കാണത്തില്ല, സംഘടനയ്ക്കകത്ത് നീ പേര് കാണത്തില്ല, കൗൺസിലകത്ത് പേര് കാണത്തില്ല. അമ്മച്ചി ഭാരപ്പെടേണ്ട, അച്ചായ ഭാരപ്പെടേണ്ട. രാത്രിയിൽ പുൽപ്പായ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാ ചോദിച്ച എൻ്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ കണ്ണുവച്ചു. അവന്റെ ദൃഷ്ടി പായാൻ തുടങ്ങി. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിക്കകത്ത് അവൻ ഐസ് ക്യൂബ് ഉണ്ടാക്കുവാൻ തുടങ്ങി. പൂവാറിനകത്ത് ഐസ് പ്ലാന്റിനകത്ത് മത്സ്യം പൊതിയുന്നത് പോലെ അവന് കാര്യം പിടികിട്ടി. എന്താ അവൻ ചെയ്തതെന്നറിയാമോ? ഐസ് ക്യൂബിനകത്ത് സിന്തറ്റിക് സ്റ്റാർച്ച് കെട്ടി പെട്ടി പോലെ കെട്ടി, എന്നിട്ടകത്ത് കുഞ്ഞുങ്ങൾ റിമോട്ട് വെച്ചിരിക്കുന്നത് പോലെ അവൻ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ നോക്കി, വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുക. ആ ബൈനോക്കുലർ നോക്കി ആസ്പാസ് കപ്പലിന്റെ അടുത്ത് വന്നപ്പോൾ ഇവൻ റിമോട്ട് എടുത്ത് ഒറ്റ ഞെക്കി പടപടാ താഴെ കൂടെ വെള്ളത്തിൽ കൂടെ വരുന്ന ഐസ് ക്യൂബിനെ ആർക്ക് കാണാൻ കിട്ടും? ഇന്ന് ഹോർമോസ് കടലിനടക്ക് കടലിന്റെ അടിയിൽ മൈൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കപ്പൽ കയറിപ്പാതെ അവിടെ കിടക്കുന്ന ഇറാൻ മൈൻ മാറ്റെങ്കിലേ കപ്പൽ മാറത്തോളൂ. അതുപോലെ എന്താ സംഭവിച്ചത്? നേരെ അത് അങ്ങോട്ട് ചെന്നു. അവസാന പടപട കപ്പലുകൾ പൊട്ടിത്തകരുന്ന ഒരു കാഴ്ച. ജർമ്മനി ഞെട്ടിപ്പോയി, കൊടി താഴ്ത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെട്ടു, ബ്രിട്ടൻ ജയിച്ചു. 1ാം ലോകമഹായുദ്ധത്തിനകത്ത് വിജയത്തിന്റെ കരം കൊണ്ടുവന്ന് ഒരു യഹൂദൻ, മനസ്സിലാകുന്നവർക്കായി അവനെ കൊട്ടാരത്തിനകത്ത് വിളിച്ചു, ഡേവിഡ് ലാലൻബി. അത് കഴിഞ്ഞിട്ട് ആർതർ ബാൽഫോർഡ്. അതിനുശേഷം ജോർജ് ലോയൻ ജോർജ് ചോദിച്ചു, സഹോദരൻ നിനക്ക് എന്ത് വേണം? നീയാ ഞങ്ങളെ ജയിപ്പിച്ചത്. ഞങ്ങൾ പറഞ്ഞ 10 ഏക്കർ ഇവിടെ പെരുങ്കടപ്പള്ളിയോ ആലത്തൂരോ വേണമെന്ന്. അവൻ പറഞ്ഞു, വേണ്ട സാറ്, ഞങ്ങൾക്ക് വീടുമില്ല, കാറുമില്ല, ഒന്നുമില്ല, ഞങ്ങൾക്ക് മടങ്ങി വരുവാ ഒരു അവസരം ഞങ്ങൾക്ക് തരണം. അതാ 1917 രാത്രി നവംബർ 11 ഡിക്ലറേഷന്റെ പേര് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ഒരിക്കൽ പ്രേംരാജ് സാറൊക്കെ പഠിപ്പിച്ച് സിലബസ് മാറിപ്പോയ സംഭവമാണ് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. ആദ്യമായിട്ട് യഹൂദൻ മടങ്ങി വന്നു. തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ഒരു വെടി പോലും വെക്കാതെ അവർ മടങ്ങി വരുവാനിടയായി. അത്തിച്ചടി കുഴിച്ചു വെക്കുന്നു. ലോകം മുൻപോട്ട് പോകുന്നത് ശ്രദ്ധയോടെ. 1939 മുതൽ 45 വരെ 2ാം ലോകമഹായുദ്ധം. അന്ന് വലിയൊരു ശക്തിയായി മാറി അമേരിക്ക. ഇവരെല്ലാം തട്ടിക്കളഞ്ഞു. അടുത്ത പിന്നിൽ ജപ്പാനുമുണ്ട്. യുദ്ധം കൊടുമ്പുരിക്കൊള്ളുക. അപ്പൊ ജപ്പാൻ നല്ലൊരു സൈനിക ശക്തി. ആ സമയത്ത് അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുള്ള, അവന്റെ പേര് ഹെൻറിക്കോ ഫെർമി. അവൻ എവിടെയാണെന്നറിയാമോ? അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ആറ്റം വിഭജിക്കുവാൻ പരിപാടി വെച്ചുകൊണ്ടിരിക്കുക. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു ഏറ്റവും നിർണായകമായ ഹാരി എസ് ട്രൂമാൻ. അദ്ദേഹം ഊർജ്ജപ്പെടുത്തി, കുഞ്ഞ് എങ്ങനെങ്കിലും ആറ്റം വിഭജിച്ചിട്ട് വേണം ജപ്പാനെ തകർക്കുക. രാവും പകലും 40 ശാസ്ത്രജ്ഞന്മാർ ഇവിടെ ചിക്കാഗോ യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്തുക. അവർ ആറ്റത്തിന്റെ 3 ഘടകങ്ങൾ പഠിക്കുന്ന മക്കൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഇതിനകത്ത് കാതോഡിക് റൈസ് വഴി പൊട്ടിക്കാൻ നോക്കി, രക്ഷയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് രാജാവിന്റെ ചക്രവർത്തിയുടെ ഭവനം വരുന്നു. അവസാനം ഇദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അപ്പൊ പഴയ കാലം നോക്കി 1ാം ലോകമഹായുദ്ധത്തിൽ എങ്ങനെ ഗ്രനേഡ് സമുദ്രത്തിൽ പോയി, അത് ബൈബിളാണ്. അവൻ അങ്ങനെയെങ്കിൽ ബൈബിൾ എടുത്തു. ബൈബിൾ എടുത്തപ്പോൾ വായിക്കുവാൻ തുടങ്ങി. അമ്മാമയെ, അച്ചായ, നാളെ കൂടെ യോഗമുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? കരമുയർത്തുന്നവർക്ക് നിന്റെ പ്രതിസന്ധിയുടെ വേളകളിൽ, പ്രതിനിധിക്കുന്ന വേളകളിൽ, നീ തകരുന്ന വേളകൾ നിനക്ക് വായിക്കാൻ കൊള്ളാവുന്ന ഒന്നിന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതിന്റെ പേരാ വിശുദ്ധ ബൈബിൾ. ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം. സാധ്യകളെയും മജ്ജകളെയും നിന്റെ ആസ്തികളെയും ബലപ്പെടുത്തുക. ഇന്ന് രാത്രി വഴികളും വാതിലുകളും അടയോ. ആ സമയത്ത് നിനക്ക് മുട്ടുമടക്കി വചനം വായിക്കാമെങ്കിൽ നിന്നെ ബലപ്പെടുത്തുക. The power of the word of the God is coming. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ പ്രതിസന്ധിയുടെ വേളകൾ, നീ തളരുന്ന വേളകൾ, നിന്റെ ബുദ്ധിമുട്ടിന്റെ വേളകൾ നീ വചനം തുറന്ന് വായിക്കുമെങ്കിൽ നിനക്ക് വിടുതൽ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ കണ്ണുകൾ തുറന്നു. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗന്നസരേത്ത് തടാകത്തിൽ നിൽക്കുന്ന ഒരുവനുണ്ടായിരുന്നു, പത്രോസ്. എന്താ അതിന്റെ പ്രത്യേകത? ഇന്ന് രാത്രി വചനവും കൂടെ കേൾക്കണം. 2 പത്രോസ് 3:10 പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ഇതാ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയഴിയും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. അതുകൊണ്ടാ ജോസ് പാസ്റ്റർ പാട്, മനുഷ്യ സഹോദരനൊക്കെ പാട്, ചൂള പോലെ കത്തുന്ന നാൾ വരുന്ന ഇതാ. ഈ ഭാഗം പറഞ്ഞപ്പോൾ 2 ഭാഗം ഇവിടുത്തെ സഹോദരങ്ങൾ കേൾക്കണം. നമ്മുടെ കേരളത്തിന്റെ മുൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് സഖാവ് EMS, അദ്ദേഹം നമ്മുടെ ശംഖുമുഖം എയർപോർട്ടിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് വേണ്ടി ഡൽഹിയിൽ പോവുക. അപ്പം നമ്മുടെ സെബാസ്റ്റ്യൻ പാസ്റ്റർ ഇരുന്നത് പോലെ സമീപത്തൊരു പാസ്റ്റർ വരുന്നു. ഇദ്ദേഹം ഈ ഫയലെല്ലാം പഠിക്കുക. ഇന്നെന്തോ അവിടെ പറയണം. പാസ്റ്റർ ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക. 1 മണിക്കൂറായി പ്ലെയിൻ കുലുങ്ങുന്നു, ആടുന്നു. പാസ്റ്ററിന് ഒരു ചലനമില്ല. EMS ഇദ്ദേഹത്തെ ഒന്ന് തട്ടി, താങ്കൾ എന്തുവായി വായിക്കുന്നത്? അന്നേരം പറയാം ബൈബിളാണ്. അപ്പം ചോദിച്ചു, എന്തുവാ അതിൽ എഴുതിയിരിക്കുന്നതെന്ന്
ചൂള പോലെ കത്തുന്ന നാൾ വരാറായെന്ന് മലാക്കി പ്രവചനം. ഉടനെ EMS പറഞ്ഞു, സാർ ഇത് അറിഞ്ഞിട്ട് ഇത് എത്ര പേരോട് പറഞ്ഞെന്ന്. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. സഖാവ് EMS, ഇതിൻ്റെ പേരാ പാസ്റ്ററെ ഗോസ്പൽ, സുവിശേഷം മനസ്സിലാകുന്നവർക്കായി. EMS പറഞ്ഞൊരു കാര്യം കൂടെ ബാക്കി പെന്തിക്കോസുകാർ കേട്ടാട്ടെ, ബാക്കി കോസുകാർ കേട്ടോണം. EMS പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പെന്തിക്കോസുകാരെ പറ്റി EMS പറഞ്ഞതാ ചിന്താഭാരികയ്ക്കകത്ത്. എന്താ പറഞ്ഞതെന്നറിയാം? നമ്മൾ 5000 പേര് കൂടിയാൽ നല്ല ആവേശം, മനസ്സിലാകുന്നല്ലോ. യവന്മാർ 5 പേര് കൂടിയാൽ ഭയങ്കര ആവേശമാണ്. സന്തോഷമില്ലല്ലോ. അപ്പോൾ EMS പറഞ്ഞതാ, ക്രിസ്തു ജീവിച്ചിരുന്നില്ലോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ യവന്റെ അകത്ത് എന്തോ ഉണ്ട്. മനസ്സിലാകുന്നവർക്കായി, കരമുയർത്തുന്നവർക്കായി. അതിൻ്റെ പേരാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അങ്ങനെയാ ഏറ്റവും നിർണായകമായി ഇവൻ്റെ കർണപുടം പോയി. അന്ന് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവന് കാര്യം പിടികിട്ടി, ആറ്റത്തെ പൊട്ടിക്കാൻ. വൈകിട്ടായിരുന്നു കുഞ്ഞുങ്ങളെ. 40 ശാസ്ത്രജ്ഞന്മാരെ കൂടെ വിളിച്ച് 80 പേർ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആറ്റത്തെ പൊട്ടിക്കാൻ നോക്കി. പ്രോട്ടോണും ന്യൂട്രോണും മാറ്റി ഇലക്ട്രിക് സപ്ലൈ കൂടെ കൊടുത്തപ്പോൾ പടപട ചിക്കാഗോ യൂണിവേഴ്സിറ്റി പൊട്ടിത്തെറിച്ചു. 40 പേർ മരിച്ചു വീണു. കൂട്ടിനകത്ത് തീ പറ്റിക്കൊണ്ട് ഓടുമ്പോൾ ആരാ വിളിച്ചതെന്നറിയാമോ? ദായി നമ്മുടെ ഹെൻറിക്കോ ഫെർമി വിളിച്ചു പറഞ്ഞു, ശാസ്ത്രം തോറ്റു, ബൈബിൾ ജയിച്ചു, ഞങ്ങൾ ആറ്റം ബോംബിനെ ഉണ്ടാക്കി. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി ഒരു വാക്യം കൂടെ സമയത്തിൻ്റെ പരിധിയിൽ. ആരായിരുന്നു? പത്രോസ്. മനസ്സിലാകാം. ഒരു പ്രഭാതത്തിൽ 4-ാം യാമത്തിൽ നമ്മുടെ കർത്താവ് ഗന്നസരേത്തിൻ്റെ തടാകത്തിലോട്ട് പോയി. കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവൻ്റെ പടകിൽ ഒന്നും കിട്ടിയില്ല. 4-ാം യാമമായി. എന്നാൽ കർത്താവ് ചെന്നപ്പോൾ ഈ പത്രോസ് വല കഴുകിക്കൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ. അവനൊരു പ്രത്യാശ ഉണ്ട്, നാളെ ഇറക്കിയാൽ വല്ലതും കിട്ടുമെന്ന്. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരുടെ അടുത്ത് ഒന്നും കിട്ടിയില്ല, പിന്നെ അടുത്ത സ്ഥലമൊന്നും പറഞ്ഞ് സ്ഥലം വിടുന്നതല്ല. സ്വോത്രം. അവിടെ കൊച്ചുപീടി അടിച്ചുകൊണ്ട് ചിലരിപ്പുണ്ട്, മുറുക്കി ഒരിപ്പുണ്ട്, മൊബൈൽ അടിച്ചുകൊണ്ടിരുന്നവർ. അവൻ്റെ പടകിൽ ഒന്നും കർത്താവ് കയറിയില്ല. വാഞ്ചയുള്ള കഴുകലുള്ള പത്രോസിൻ്റെ അന്ത്രയോസിൻ്റെ പടകിൽ ചെന്നിട്ട് കർത്താവ് ഉടനെ ചെന്നിട്ട് പറഞ്ഞു, പടക് എനിക്ക് തരണം, വീട് എനിക്ക് തരണം, ദശാംശം തരണമെന്ന് ഒന്നും പറഞ്ഞില്ല. പാസ്റ്റർമാരെ, കുഞ്ഞുങ്ങളെ ഒരു കപലപ്രസംഗത്തിന് അവസരം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു തരാന്ന്. പക്ഷെ കരയിൽ നിന്നേച്ച് കുഴപ്പമുണ്ടാകുമെന്നറിയാം. അതുകൊണ്ട് പടകൊന്ന് നീക്കാൻ പറഞ്ഞു. പടക് വിട്ടുകൊടുത്തു. യേശു നിന്ന് പെരിയ ഒരു കപലപ്രസംഗം നടത്തി. ആ പ്രസംഗം തീർന്നപ്പോൾ പത്രോസിൻ്റെ അകത്തൊരു പാപബോധം. അവൻ യേശുവിനോട് പറഞ്ഞു, ഞാനൊരു പാപിയായ മനുഷ്യനാ കർത്താവെ, എന്നെ വിട്ടു പോകണമെന്ന്. സ്വോത്രം. അപ്പം കർത്താവ് പറഞ്ഞു, ഇനി അടുത്ത വർഷം നമുക്ക് കുമ്പനാട് കൺവെൻഷൻ കാണാമെന്നല്ല പറഞ്ഞത്. കർത്താവ് മുട്ടുപടയ്ക്കുമ്പോൾ ചോദിച്ചു, നിൻ്റെ പ്രശ്നം എന്തുവാന്ന്. സന്തോഷമില്ലല്ലോ അമ്മാമേ. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും എൻ്റെ പടകിനകത്തൊന്നും കയറിയില്ല. നാഥൻ്റെ വാക്ക് അവൻ പറഞ്ഞു, ഞാൻ വാക്കനുസരിക്കാം. അവൻ്റെ വലയ്ക്കകത്ത് പെരുത്തമേൻ കൂട്ടാൻ നിറഞ്ഞു. അനുഗ്രഹം വേണോ? 1, കർത്താവിനെ നിന്റെ പടകിനകത്ത് കയറ്റണം. 2, നീ വചനം കേൾക്കണം. 3, അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരിക്കണം. 4, നിന്റെ വിഷയത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. 5, നിന്റെ പടകിനെ നിറയ്ക്കാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല, മുട്ടുമടക്കുന്നവരുടെ പ്രശ്നമനുസരിച്ച് പരിഹാരം തരുക. പത്രോസിൻ്റെ പടകിനകത്ത് ഇറങ്ങിവെന്ന കരം വിശ്വസന. അങ്ങനെയെങ്കിൽ അന്ന് ആറ്റം വിഭജിച്ചത് 1945 ഓഗസ്റ്റ് 6-8. കേട്ടാട്ടെ. എനാഗുള ബോക്സ്കാർ 2 വിമാനം, പ്ലൂട്ടോണിയം ലിറ്റിൽ ബോയ് 2 ആറ്റം കൊണ്ട് ജപ്പാനിൽ ഹിരോഷിമ നാഗസാക്കിയിലും ഇട്ടു. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? 70,000, രണ്ടാമത് 80,000, 1.5 ലക്ഷം പേർ മരിച്ചു. ജപ്പാൻ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു. അമേരിക്ക ജയിച്ചു. അതാണ് 2ാം ലോകമഹായുദ്ധം. ഈ സംഭവം നടക്കുമ്പോൾ എല്ലാ പെന്തിക്കോസുകാരും കേൾക്കാനാ 1945 ഫെബ്രുവരി മാസത്തിലെങ്ങാണ്ട നമ്മുടെ തിരുവല്ല വാരിക്കാട്ട് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഒരു നല്ല കൺവെൻഷൻ നടക്കുക. ആ കൺവെൻഷനകത്ത് പാസ്റ്റർ K.E. എബ്രഹാം, അതിൻ്റെ സ്ഥാപക നേതാക്കൾ ഒരാളെ അപ്പച്ച് ബൈബിൾ എടുത്ത് എസെക്കിയേൽ 37 എടുത്തിട്ട് പറഞ്ഞ്, താഴ്വരയിലേക്ക് ചെല്ലുക, നിഹതന്മാരെ അസ്ഥികൾ അവിടെ കിടക്കുന്നു, കാറ്റടിക്കും, ഇസ്രായേൽ എഴുന്നേൽക്കും, ഒരു ജാതിയായി മടങ്ങി വരാൻ പോകുന്നു. പിറ്റേന്ന് രാവിലെ പത്രത്തിനകത്ത് ജപ്പാൻ മുന്നേറുന്നെന്ന്. എല്ലാവരും കൂടെ ജീപ്പ് പിടിച്ചിട്ട് കുമ്പനാട്ടി എന്നീ അച്ചായനോട് പറഞ്ഞു, അച്ചായൻ പറഞ്ഞ് തെറ്റാ, ജപ്പാനാ ജയിക്കാൻ പോയെന്ന്. പുള്ളി പറഞ്ഞു, ഏത് പേപ്പർ കണ്ടിട്ടും കാര്യമില്ല, എൻ്റെ ബൈബിളിനകത്ത് സർവശക്തൻ എഴുതിയിട്ടുണ്ട് ഇസ്രായേൽ മടങ്ങി വരുമെന്ന്. IPCക്കാർക്ക് അത് അറിയാവോ എന്നറിയത്തില്ല. സന്തോഷമില്ലല്ലോ മനസ്സിലാക്കുന്നവർക്കായി. സ്വോത്രം. IPCയുടെ സുവർണകത്ത് പാസ്റ്റർ K.E. എബ്രഹാം അവർ എഴുതിയിട്ടുണ്ട്, ഇസ്രയേൽ മടങ്ങി വരുമെന്ന് തിരുവല്ല വാരിക്കാട്ട് പ്രസംഗം നടത്തി. അങ്ങനെയെങ്കിൽ 1945 ആര് സ്വതന്ത്രമായി? പിന്നെ അമേരിക്ക സ്വതന്ത്രമായി. ആരാ വിജയിച്ചു? ആ സമയത്ത് ഹാരിയസ് ട്രൂമാൻ ആരെ വിളിച്ചു? ഹെൻറിക്കോ ഫെർമി വിളിച്ചു, സഹോദര, നീ ഒറ്റ ഒരുത്തനാ അമേരിക്കയെ ജയിപ്പിച്ചത്, എന്തു വേണം? ഞങ്ങൾ പറഞ്ഞ അമേരിക്ക വിഷു വേണം, ടൊയോട്ട കാർ വേണമെന്നോ. അദ്ദേഹം പറഞ്ഞു, സാറേ, ഞങ്ങൾക്ക് വീട് സ്ഥലവും കിട്ടിയിട്ടില്ല, ഇപ്പം ഞങ്ങൾ കോളനി
കണക്ക് ലൈഫ് മിഷൻ പോലെ ഒരു വീടും സ്ഥലവും ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ത്യ വേണോ? വേണ്ട. അമേരിക്ക വേണോ? വേണ്ട. റഷ്യ വേണോ? വേണ്ട. ഗൾഫ് രാജ്യം വേണോ? വേണ്ട. എവിടെ വേണം കുഞ്ഞ്? അവറാച്ചൻ കാൽ കുത്തിയ ദേശം ഞങ്ങൾക്ക് വേണം. മനസ്സിലാകുന്നവർക്കായി 110 രാജ്യങ്ങൾ കടന്ന് ചെറുതറിക്കടന്ന യഹൂദന 1948 ഏപ്രിൽ 14 ചെറുപ്പക്കാരെഴുതിക്കോ. പെസഹാവ്യാഴം ആകാശത്തിൽ രക്തചന്ദ്രൻ 1948 മെയ് 14 ആറുകാലുള്ള യേശു ക്രിസ്തുവിന്റെ ജനനത്തിലുള്ള നക്ഷത്രത്തെ ഉയർത്തിക്കൊണ്ട് ഡേവിഡ് ബെൻഗൂറിയോൻ പറഞ്ഞു, ഇസ്രായേൽ മടങ്ങി വന്നു, അത്തി തളിർത്തു. കരമുയർത്തുന്നവർക്ക് നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിന് മടയാൾ യേശുനാഥൻ ചൊല്ലി അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളത ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെയെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു യുദ്ധം. ഇവിടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അന്നത്തെ ഇസ്രായേൽ 22,700 കിലോമീറ്റർ, 6 ഡിസ്ട്രിക്ട്, ടെൽ-അവീവ്, ജെറുസലേം, ആഷ്കലോൺ, അഷ്തോദ്. അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് യാബാഗേറ്റും ഡിമോണായും. അപ്പുറത്ത് 6,750 കിലോമീറ്റർ ഒരുത്തം കിടപ്പുണ്ട്. അവൻ്റെ പേരാ പലസ്തീൻ. 4 ജില്ല: 1 റമല്ല, 2 വെസ്റ്റ് ബാങ്ക്, 3 ഗലീല, നസറേത്ത്. ഇവിടെ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. നമ്മുടെ ക്രിസ്ത്യൻ ഗുഡ് ന്യൂസ് ലൈവും കൊടുക്കുന്നു. 6,750 കിലോമീറ്റർ. അന്ന് UN പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് രാജ്യം തരാം, കറൻസി തരാം, എയർപോർട്ട് തരാം. ഇതാണ്ട് മാലിദ്വീപ്, ശ്രീലങ്കയുടെ കണക്ക്. അന്ന് പലസ്തീൻകാർ പറഞ്ഞു ഇസ്രയേലും കൂടെ തന്നിട്ടും നാം മതിയെന്ന്. സ്വോത്രം ഇല്ലേ സെബാസ്റ്റ്യൻ പാസ്റ്റർ? ഇവർക്ക് അന്നേ ഒരു കുഞ്ഞു രാജ്യം കിട്ടിയാണ്. സ്വോത്രം. യവന്മാർ അതുകൊണ്ട് UN കൊടുക്കാത്തതുകൊണ്ടായി പ്രശ്നമായി പോയത്. ഇപ്പുറത്തെ സമുദ്രതീരത്ത് ഒരു ദ്വീപ് കിടപ്പുണ്ട്, 323 കിലോമീറ്റർ. അതിൻ്റെ പേരാ ഗാസ. 23 ലക്ഷം ജനങ്ങൾ, 4 ഡിസ്ട്രിക്റ്റുകൾ: 1 എക്രോൻ, 2 കാന്യൂനിസ്, 3 സഗർ, 4 റാഫ. ഇതിന്റെ നടുക്കൊരുത്തം കിടപ്പുണ്ട്, 671 കിലോമീറ്റർ, കിഴക്കൻ ജെറുസലേം. ഇവിടെ ചെറുപ്പക്കാരെല്ലാം മനസ്സിലാക്കണം, അവരെ പാഠപുസ്തകം അടിക്കുന്നത് 49. എല്ലാ കോഴ്സുകാരും കേട്ടാട്ടെ. 1949 ഇസ്രയേലിലെ പാഠപുസ്തകം അടിക്കുന്നത്. പാഠപുസ്തകം അടിച്ചപ്പോൾ അതിലെ 9ാം ക്ലാസ് ചരിത്ര പുസ്തകത്തിൽ ഒരു പാഠം, ഇന്ത്യയെ സഹായിച്ച ഇസ്രയേലിനെ സഹായിച്ച ഇന്ത്യ, 3 പേജുണ്ട്. അതിനകത്ത് നമ്മുടെ അന്നത്തെ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂറിയോൻ എഴുതി വെച്ചു, ഇന്ത്യക്കാരെ മറക്കരുത്, ലോകരാജ്യങ്ങൾ മുഴുവൻ നമ്മളെ കൊന്നപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് പച്ചവെള്ളവും കഞ്ഞിയും ചായയൊക്കെ തന്ന് അല്പസമയം തന്ന് സ്ഥലവും സിനഗോഗും തന്നത് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യക്കാരെ മറക്കരുത്. 49 എഴുതിയതാ. അയ്യോ, നമ്മുടെ ചെമ്പൂര സ്കൂളിലെ പുസ്തകം എത്ര മാറി, സന്തോഷമില്ലല്ലോ. ആനാവൂര പുസ്തകവും മാറി. മനസ്സിലാകുന്നവർക്കായി കേരള യൂണിവേഴ്സിറ്റിയുടെ മാറി, ഗാന്ധിജിയുടെ മാറി, അണ്ണയുടെ മാറി, കാമരാജിൻ്റെ മാറി. പക്ഷേ യഹൂദൻ്റെ പുസ്തകം മാറിയിട്ടില്ല. മനസ്സിലാകുന്നവർക്കായി ഈ പുസ്തകം മാറിയിട്ടില്ല മാമേ. ഇപ്പം 2028 ആകുമ്പോൾ 80 വർഷമായിട്ട് ഈ ചരിത്ര പുസ്തകം നിൽക്കുക. അതിനകത്ത് അവർ പറഞ്ഞു ഇന്ത്യയെ മറക്കരുത്. അപ്പം ഇന്ത്യയുടെ അനുഗ്രഹം എന്തുവാ? ഇവിടുത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അപ്പുറം ഒന്നുണ്ട്. അതിൻ്റെ പേര് കർത്താവ് അബ്രഹാമിനോടൊരു കാര്യം പറഞ്ഞു, കുഞ്ഞമ്മാമേ, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ദൈവത്തിൻ്റെ കരം അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുക. അതാ ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ അനുഗ്രഹം. അങ്ങനെയെങ്കിൽ ഭരണം മുന്നോട്ട് പോയി. ശ്രദ്ധയോടെ ഇരിക്കണമേ. 1957 ചെറിയ ചെറിയ അടിയുണ്ടായി. 67 മനസ്സിലാകുന്നവർക്കായി 67 ഒരു സംഭവം ഉണ്ടായി. 19 വയസ്സുള്ള ഇസ്രായേൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇസ്രായേലായിരുന്നു. അത്രയും പ്രായം. അന്ന് 6 അറബ് രാജ്യങ്ങൾ ഒരു പദ്ധതി വെച്ചു, ഇസ്രായേലിനെ ഭൂമുഖത്തിൽ നിന്ന് മാറ്റാം. അന്ന് അവന്മാർ ജെറുസലേം പിടിച്ചെടുക്കാൻ പോവാ. ആരൊക്കെയാണെന്നറിയാമോ? സൗദി അറേബ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, സിറിയ ഉണ്ട്, ജോർദാനുണ്ട്. ഇവരെല്ലാം കൂടെ ലോകരാജ്യങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ ഭൂമിയിൽ ഇനി കാണത്തില്ല. അപ്പോൾ ഒരു സംഭവം നടന്നു. ഈജിപ്തിൻ്റെ എയർപോർട്ടിൽ സൗദിയുടെ 300 വിമാനങ്ങൾ. ഈജിപ്തിൻ്റെ ചക്രവർത്തിയുടെ പേര് നാസർ. അന്ന് ഇസ്രായേലിൽ 25,000 പട്ടാളക്കാർ, 30 കുഞ്ഞൻ വിമാനം, അത് കഴിഞ്ഞ് 3 കപ്പലുകളിൽ അവർ നിലവിളിക്കാൻ തുടങ്ങി. അന്ന് അവിടുത്തെ ഒരു പ്രതിരോധ മന്ത്രിയായിരുന്നു മോശിദാൻ. ലോകരാജ്യങ്ങൾ മുഴുവൻ പബ്ലിഷായി, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിൽ കാണത്തില്ല. വായിക്കുന്നു സങ്കീർത്തനം 83, 4, 5, 6, 7. ഗാസ, ഇറാൻ, ഇസ്രായേൽ ഇവിടം തൊട്ട് ആരംഭിക്കുന്നു. സങ്കീർത്തനം 83, 4, 5, 6, 7. കുഞ്ഞു വായിച്ചാട്ട്. വരുവീൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളക. അറബ് ലീഗുകളെല്ലാം കൂടെ ചേർന്നതാ. ഈ 1967 ജൂൺ മാസത്തിൽ നാം അവരെ മുടിച്ചു കളക. അമ്മ എടുത്താട്ടെ ബൈബിൾ വായിച്ചോ. അവരുടെ പേരിനെ ആരും ഓർക്കരുതെന്ന് ലോക ചരിത്രത്തിൽ അവന്റെ പേര് ഇനി ആരും ഓർക്കരുത്. അടുത്ത വാക്ക്, അവർ ഇങ്ങനെ ഐകമത്യത്തോടെ ആലോചിച്ചു. ഐക്യമത്യത്തോടെ അറബ് ലീഗ് ആലോചിച്ചു.
അടുത്ത വാക്ക്, നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു. നിനക്ക് വിരോധമായി ഇസ്രായേലേ, നിനക്ക് വിരോധമായി സഖ്യതയും. ആരാ രാജ്യങ്ങൾ? ഇപ്പോൾ വായിച്ചാട്ടെ. ഏദോം, ഇറാഖ്. അടുത്തത് ഇസ്മായിൽ, ഏശാവിന്റെ മക്കൾ മുഴുവൻ അവനെഴുന്നേറ്റു. അടുത്തത് കൂടാരങ്ങളും. മോവാബ്യർ, ഈജിപ്തിന്റെ ഒരു ഭാഗം. അടുത്തത് ഹഗര്യരും, ലെബനോൻ. അടുത്തത് ഗബ്ബാലും, ലിബിയ. അടുത്തത് അമ്മോനും, ജോർദാൻ, അമാലേക്കും, ഫെലിസ്ത്യ ദേശവും, സോർ, സിറിയ. അടുത്തത് അശ്ശൂര്, അസിറിയൻ സാമ്രാജ്യം മുഴുവൻ അവരോട് യോജിച്ച്. ഇത്രയും പേര് ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നു 1967. കുഞ്ഞുങ്ങൾ കേട്ടാട്ടെ, അന്നോട്ടായി അടി തുടങ്ങുന്നത്. അപ്പം ഇവരെല്ലാം കൂടെ വന്നാൽ എന്താ രക്ഷ? അന്ന് ബാക്കിയൂടെ കേട്ടോ, മോശിദാൻ ഒറ്റക്കണ്ണനായിരുന്നു, ഒരു കണ്ണിന് കാഴ്ച കുറവായിരുന്നു. അദ്ദേഹത്തിനോട് ചെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അദ്ദേഹത്തിനോട് ഇന്ന് പടയാളികൾ പറയും, സാറേ 2 ദിവസം കഴിഞ്ഞാൽ ഇസ്രായേൽ ഭൂമി കാണത്തില്ല. 300 വിമാനങ്ങളുമായിട്ട് ഗോലാൻ കുന്നുകളിൽ അവന്മാർ നിൽക്കുക, നമ്മളെ തകർത്ത് കളയാൻ പദ്ധതി വെച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം പ്രാർത്ഥിക്കുന്നതാ. അവന്റെ പ്രത്യേകത പടയനിമത്തിന്റെ 5 ചുരുകൾ. അതിനാണ് ഈ ഇസ്രായേൽ തോറ എന്ന് പറയുന്നത്. ഉൽപ്പത്തി, ആവർത്തനം, ലേബിയ, സംഖ്യ, പുറപ്പാട്. അത് കഴിഞ്ഞ് മുഴുവൻ ന്യായ പ്രമാണത്തെ ചേർത്ത് അവർ വിളിക്കുന്നത് തനാക്ക്, തോറയും തനാക്ക്. ഇവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ അവരോടൊരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. അവൻ പറഞ്ഞത് ഇതാ, മക്കളെ, എലീശ പ്രവാചകന്റെ വീടിന്റെ പക്കം മുഴുവൻ അരാം സൈന്യം വളഞ്ഞു. മനസ്സിലാകുന്നവർക്കായി എലീശയുടെ പ്രവാചക ശിഷ്യന്മാർ വന്ന് എലീശയോട് പറഞ്ഞു, സാർ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? അരാം സൈന്യം നമ്മുടെ വീട് മുഴുവൻ വളഞ്ഞിരിക്കുന്നു, നമ്മളെ തീർക്കാൻ പോകുന്നു. എലീശ കരമുയർത്തി പറഞ്ഞു, അരാമിന് സൈന്യമുണ്ട്, കുതിരകളുണ്ട്, പാളയമുണ്ട്, എന്നാൽ അവരിൽ ഇല്ലാത്ത ഒരുവൻ നമ്മുടെ കൂടാരത്തിലുണ്ട്. കരമുയർത്തുന്നവർക്കായി യുദ്ധ ദിവസത്തിൽ വീരനായ ദൈവം അവൻ നമ്മെ സഹായിക്കും, അവൻ നമ്മെ ശക്തീകരിക്കും. അവന്റെ നീതിയുടെ വലങ്കരം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ബാക്കിയൂടെ കേട്ടോ അമ്മാമ. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രി 2:30 ആയപ്പോൾ മുട്ടുമടക്കിയപ്പോൾ ഒരു ദൂത് ദൈവം കൊടുത്തു. അവൻ്റെ അടുത്ത് പറഞ്ഞ് 3 പൈലറ്റുമാരെ എഴുന്നേൽപ്പിക്കുവാൻ. ഇന്ന് രാത്രി എന്താ 150 മീറ്റർ ഉയരത്തിൽ വിമാനം പറന്നു കഴിഞ്ഞാൽ റഡാറിൽ കിട്ടും, താഴ്ന്നു പറഞ്ഞാൽ കിട്ടത്തില്ല. 3 പൈലറ്റുമാരെ വിളിച്ചിട്ട് പറഞ്ഞു, 4 മണി സമയം, 3:30 ഇവിടുന്ന് പോകണം, അരമണിക്കൂർ മതി ഈജിപ്റ്റ്. എല്ലാവരും 4 മണിക്ക് കിടന്നുറങ്ങുക. ഈ വിമാനം കൊണ്ടുവന്ന് എവിടെ ചെന്ന് അവിടെ ഇടിച്ചിറക്കണം, ഈജിപ്തിൻ്റെ എയർപോർട്ടിൽ ഇടിച്ചിറക്കണം, ബാക്കി മുഴുവൻ കത്തിക്കോളുമെന്ന്. 3 ചെറുപ്പക്കാർ പടപടാ പാരഷൂട്ടുമായിട്ട് പോയി നേരെ ഈജിപ്റ്റ് കടന്നുറങ്ങുക. 4 മണി സമയത്ത്, നല്ല തടപ്പടിക്കുന്ന സമയത്ത് 3 വിമാനം ഈജിപ്തിൻ്റെ എയർപോർട്ടിലോട്ട് ഇറങ്ങി. 300 വിമാനത്തിൻ്റെ തലയിൽ ചെന്ന് ഇടിച്ചു. 300 വിമാനം കത്തിപ്പോയി, ഈജിപ്റ്റ് മുഴുവൻ പോകാം. ആ സമയത്ത് ഗോലാൻ കുന്നുകളിൽ നിന്ന് പടകളെ ഓടിച്ചുകൊണ്ട് ജെറുസലേം ഇസ്രായേൽ കൈകളിലാക്കി വരാൻ പോകുന്നു 3-ാം ലോകമഹായുദ്ധം. ഇന്ന് രാത്രി സൈന്യത്താലല്ല, ശക്തിയാലല്ല, ഇന്ന് രാത്രി യഹോവ നമ്മുടെ പാളയത്തിനുണ്ടെങ്കിൽ കരമുയർത്തുന്നവർക്ക്. അതുകൊണ്ട് ഇന്ന് രാത്രി അമ്മാമയെ കരമുയർത്തി പറയണം, ഒരു സൈന്യം എനിക്കെതിരെ പാളയം ഇറങ്ങിയാൽ കരമുയർത്തുന്നവർക്ക്. ശത്രു നിനക്കെതിരെ കോട്ട കെട്ടിവെക്കും, നിന്റെ കുടുംബം തകർക്കാൻ പദ്ധതി വെക്ക്, നിന്റെ പാളയത്തെ തകർക്കാൻ പദ്ധതി വെക്ക്. എന്നാൽ ഇന്ന് രാത്രി ആരാധിക്കുന്നവനെ പുറത്തു കൊണ്ടുവരുക. അടകാരകത നാളെ രാത്രിയോടെ ഇവിടെ യോഗമുള്ളൂ. ഒരുപക്ഷെ നീ തകർന്നു കാണുവാൻ മന്ത്രവാദി കാത്തു നിൽക്ക്, നിന്റെ പാളയം തകർന്നു കാണുവാൻ ദുഷ്ടപിശാചി കാത്തു നിൽക്ക്. ഇന്ന് രാത്രി ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും ആരൊക്കെ മതിൽ കെട്ടിയാലും നീ പുറത്തു വരത്തില്ലെന്ന് ലോകം പറഞ്ഞാലും കമോ, ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക്, എൻ്റെ പാളയത്തിനകത്ത് സർവശക്തൻ ഉണ്ടെങ്കിൽ കരമുയർത്തുന്നവർക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. 2026 എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. കമോ, ഇന്ന് രാത്രി കരമുയർത്തി പറ, ഒരു സൈന്യം എനിക്കെതിരെ പാളയം ഇറങ്ങിയാൽ, ശത്രു എനിക്കെതിരെ പോരാട്ടം നടത്തിയാൽ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. ഈ നല്ല വ്യാഴാഴ്ച രാത്രി കരമുയർത്തണം. ശത്രു എനിക്കെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ, എൻ്റെ കുടുംബത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി വിടുതൽ തരുവാൻ ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന നിനക്ക് വേണ്ടി വെളിപ്പെട്ടുവെന്ന രാത്രിയാൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമോ. ഇന്ന് രാത്രി ആര് കരമുയർത്തും, നീ മുന്നോട്ട് പോകാതെ നിന്റെ വാഗ്ദത്തങ്ങൾക്കെതിരെ പോരാടി നിൽക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി ഈജിപ്തിന്റെ പാളയത്തിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങി ഇസ്രായേൽ മക്കളെ കരം കൊടുത്തതുപോലെ ഇന്ന് രാത്രി നിന്റെ കടുങ്കട്ട് വീണ വിജയത്തിനകത്ത് കരം കൊടുത്ത് നിന്നെ എഴുന്നേൽപ്പിക്കുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. കമോൺ, യേശുവിന്റെ നാമത്തിൽ ആര് കൈവിട്ടാലും ഇന്ന് രാത്രി കൈവിടാത്ത ഒരുവൻ ഈ ഗ്രൗണ്ടിനകത്ത് വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിന്റെ പരാജയങ്ങൾ മാറ്റി നിന്റെ വിജയം തരുക. ഇന്ന് രാത്രി മുഴങ്കാൽ മടക്കുന്നവന് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കമോൺ. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ പാളയത്തിൽ മാത്രമല്ല, ഐജിയുടെ ഗ്രൗണ്ടിനകത്തും അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ളവന്റെ കരം ഇതിനകത്ത് വ്യാപരിക്കുക. ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വഴികളും വാതിലുകളും തുറക്കട്ടെ. ദുഷ്ടപിശാചിന്റെ പോരുകൾ മാറട്ടെ. സ്തോത്രം.
അന്ന് അവരെന്ത് ചെയ്തെന്നറിയാമോ? യെരുശലേം പരിഭ്രമപാത്രമായി കൈകളിലാക്കി. മുന്നോട്ട് ഇറാനുമായിട്ടുള്ള വിശേഷത്തിലാണ്. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതിനാസ്പദമായി വചനത്തിലേക്ക് കടന്നു വരുന്നു. അന്നേ ആദ്യം PLO ഭരണമായിരുന്നു. 1935 ഇറാൻ സ്വാതന്ത്ര്യമായത്. ഏഷ്യാനെറ്റ് നോക്കണ്ട് ഇപ്പം നോക്കിക്കോണം. 1979 വരെ ഇറാനിൽ നല്ലൊരു ഭരണകൂടമുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഷാ ഭരണകൂടം. അതിനകത്ത് നല്ല പ്രിയപ്പെട്ട ഭരണാധികാരികൾ ഇസ്രയേലുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. ഹെലികോപ്റ്ററും കൃഷിയെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന 79 ഉത്തർപ്രദേശ് ആസ്ഥാനമായി ഷിയ നേതാക്കൾ ഇറാനിലേക്ക് കടന്നുകൂടിയ ഒരു തലവന ഖൊമൈനി, ആയത്തുള്ള ഖൊമൈനി ഭരണകൂടം 79 മുതൽ ഇവർ ഇസ്രയേലുമായിട്ട് അകലാൻ തുടങ്ങി. പണ്ട് ഇറാനിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ബൈബിളിലെ ഹാമാനല്ല, മേദ്യപാർസിയുടെ ഒരു ചക്രവർത്തിയായിരുന്നു ഹാമാൻ. ആ ഹാമാന്റെ പേരിൽ നിന്ന് 3 സംഘടന വന്നു. അതിലൊന്ന് ഹമാസ് ഫലസ്തീൻ, 2 ഹിസ്ബുള്ള ലെബനോൺ, അടുത്തത് യമനിലെ ഹൂത്തി വിമതർ. ഇവർ ആദ്യമായി പലസ്തീനകത്ത് ചെറുതായിട്ട് ഭരണം വന്നു. അതിനുശേഷം ഗാസ പിടിച്ചടക്കി. 2023 കോവിഡിന് ശേഷം ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിന് നേരെ മാരകമായ ഒരു ആക്രമണം നടത്തി. അതാ 3-ാം ലോകമഹായുദ്ധത്തിന്റെ വഴിത്താരകൾ. ഇത് കോവിഡ് സാധാരണ സംഭവമല്ല. ബാക്കിയൂടെ കേട്ടാട്ടെ. 2019 കോവിഡ് വന്നേ. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം. കോവിഡ് ഒന്ന് കെട്ടടങ്ങി 2022. ഇന്ന് 4 കൊല്ലമായി. അതിന് മേളിലായി 50 മാസം കഴിയുന്നു. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. അവരൊന്ന് വിശ്രമത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഹമാസിന്റെ പോരാളികൾ ഹൂത്തി വിമതരും എല്ലാവരുടെ ചേർന്ന് ആരെ ആക്രമിച്ചു? ഇസ്രയേലിനെ ആക്രമിച്ചു. ഇതാ ഇറാനിലേക്കുള്ള പാത വെട്ടി തുറക്കുന്നു. ഇറാന്റെ പിന്തുണയിൽ അവർ വർക്ക് ചെയ്തതാ ഇസ്രയേലിലേക്കുള്ള ആക്രമണം. ബൈബിളിനകത്തുണ്ടോ? ഇന്ന് വരെയുള്ള സംഭവങ്ങൾ മുഴുവൻ അക്കമായി ബൈബിളിനകത്ത് വായിക്കാം. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. 2021 ഒക്ടോബർ മാസം 7-ാം തീയതി സിംജത്തോറ യഹൂദന്റെ സൂക്കോത്ത് പെരുന്നാളിനകത്ത് ഇസ്രയേൽ കഠിനമായി മുറിവേൽക്കപ്പെടുന്നു. വായിക്കുന്നു 2021 ഒക്ടോബർ 7 ലോകം കണ്ട സംഭവം. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. കുഞ്ഞൊന്ന് വായിച്ചേ. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. ഇതാ സ്വാതന്ത്ര്യത്തിന് ഇസ്രായേലിനകത്ത് ഇത്രയും കത്തിയിട്ടില്ല. ഞാൻ യഹൂദയ്ക്കകത്ത് ഒരു തീ അയക്കും. അടുത്തത് അത് യെരൂശലേമിലെ അരമനകളെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി IG ഗ്രൗണ്ടിനകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ 7 രാഷ്ട്രങ്ങളെ ആരാക്രമിച്ചു കഴിഞ്ഞു? ഇസ്രായേൽ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗവൺമെന്റിന് ആരംഭിച്ചോൾ വെടിനിർത്തലും വന്നു. അങ്ങനെയെങ്കിൽ ഇനി എന്ത് സംഭവിക്കും? നമ്പർ 1, ഗാസയെ ഇസ്രായേൽ ആക്രമിക്കും. അക്കമിട്ട് ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. കുഞ്ഞ് വായിക്കുന്നത് എടുത്തോണം. അതുകൊണ്ട് പ്രവചനമായിട്ട് കുഞ്ഞിനെ കൊണ്ട് വായിപ്പിക്കുന്നത്. വായിച്ചിട്ട് മോളെ ഗാസയുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എല്ലാവരും എടുത്താട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഗസയുടെ 3-4 അതിക്രമ നിമിത്തം 3-4 അതിക്രമ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടെന്ന്. അറബ് ലീഗ് എല്ലാം ഇതിന്റെ പിന്നിൽ എഴുന്നേറ്റ് ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസ്തകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാട്ടെ. ഇതാണ് ഒക്ടോബർ 7 നടന്നത്. 4 അതിക്രമം. ചെറുപ്പക്കാർ നോട്ട് ചെയ്യാൻ, ലൈവ് പിന്നെ കണ്ടോളാം. ഗാസ ഇസ്രായേൽ 2003 1-ാമത്തെ അതിക്രമം 1000 പേര് മരിച്ചു. 2007 1500 പേർ മരിച്ചു. 2013 3-ാമത്തെ അതിക്രമം 4000 പേർ മരിച്ചു. 2020 കോവിഡ് കാലത്ത് ഈ ചേട്ടന്മാരടിച്ചു. അന്നൊരു മലയാളി പെൺകുട്ടി മരിച്ചു. സൗമ്യ സന്തോഷ് ഇടുക്കിക്കാരി 1500 പേർ അന്നും മരിച്ചു. അതിനുശേഷം ഒരു ശാന്തതയായിരുന്നു. എന്നാൽ 2021 ഒക്ടോബർ മാസം 7-ാം തീയതി യഹൂദന്റെ സൂക്കോത്ത് പെരുന്നാളിനകത്ത് ഞാൻ ഗാസയ്ക്കകത്ത് ദാ വന്നിരിക്കുന്നു. നല്ലൊരാക്രമണം ഇസ്രായേൽ. ഏകദേശം 1500 പേരെ കണ്ട് മരിച്ചു. 500 പേരെ ബന്ദികളെ കൊണ്ടുപോയി. അതായി കുഞ്ഞു വായിച്ചത്. ബദ്ധന്മാരെ ഞാൻ കൊണ്ടുപോകിയാൽ ശിക്ഷ മടക്കിക്കളയില്ല. അടുത്ത പ്രവചനം വായിക്കാം. അടുത്തത് ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. ഇതാ മലയാള മനോരമ, ഏഷ്യാനെറ്റ് സകല വാർത്തകളും ഗാസ തീഗോളം നിങ്ങളുടെ പത്രത്തിൽ കണ്ടു, ചാനലിൽ കണ്ടു. ഇന്ന് രാത്രി IG ദൈവമക്കളോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. പ്രസംഗിക്കുന്നവൻ മാറും, കരമുയരുന്നില്ല. പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്ന വചനത്തിന് മാറ്റമില്ല. കരമുയർത്തുന്നവർക്കായി ഗാസ തീഗോളം അതിന്റെ അരമനകൾ. വായിക്കാം മോളെ. അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. അൽ ജസീറ ടെലിവിഷൻ, കുഞ്ഞുങ്ങളുടെ ആശുപത്രി, അൽഷിഫ ഹോസ്പിറ്റലും, പാതാളത്തിൽ ബങ്കറിരുന്ന ഹമാസിന്റെ പോരാളികളെല്ലാം ബങ്കർ ബ്ലസ്റ്റർ വെച്ച് തകർത്ത് കളഞ്ഞു. ഗാസ തീഗോളം. അടുത്ത വാക്ക് വായിര്. അടുത്തത് വായിച്ചോ. ഞാൻ അസ്തോദിൽ നിന്ന്, ഇസ്രായേലിന്റെ ബോർഡർ അസ്തോദിൽ നിന്ന് നിവാസിയെയും അസ്കലോനിൽ നിന്ന് ചെങ്കോൽ പിടിക്കുന്നവനെയും ഇസ്രായേലിന്റെ 360 പട്ടാളക്കാരെ അന്ന് കൊന്നുകളഞ്ഞത്. അസ്കലോൻ, അസ്തോദ്. ഇതാ ഇസ്രായേൽ ഗാസ ബോർഡർ. പാറശാലയിൽ നിന്ന് ഇങ്ങോട്ട് വരണം, നെടുമ്പാൻമല വരണം,
കന്നുമാമൂട് ഭരണം, നിലമാമൂട് ഭരണം, കാരക്കോണം ഭരണം, ചെറിയ കൊല്ല, കേരളം മനസ്സിലാകുന്നവർക്കായി. അപ്പുറം തമിഴ്നാട്ടിലോട്ട് പോകണം. അമ്പലക്കാലുണ്ട്, പളുകളുണ്ട്, മേൽപ്പുറമുണ്ട്, മഞ്ഞാലിമൂടുണ്ട്, അത് കഴിഞ്ഞിട്ട് മുക്കൂട്ടുകല്ലുണ്ട്. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇതുപോലെ ഗാസ ഇസ്രയേൽ ബോർഡർ. നിങ്ങൾ ചൊവ്വായിന്ന് വന്നുകൊണ്ട് ഈ സ്ഥലം അറിയാത്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അഷ്കലോനിൽ നിന്നും അസ്തോദിൽ നിന്ന് ഫസ്റ്റ് ബോർഡർ ഓഫ് ഇസ്രായേൽ കം ടു ദ ഗാസ സ്ട്രിപ്പ് സകലരെയും ഛേദിച്ച് കളയും. അത് ഇന്ന് നടക്കുന്നു. ഗാസയിൽ അടി നടക്കുന്നു. ഒന്ന്, യേശു പറഞ്ഞ പ്രവചനത്തിലേക്കാണ് വരുന്നത്. രണ്ടാമത്തെ കാര്യം, ലെബനോനെ അടിക്കുവോ? ഇന്ന് നമ്മുടെ സെബാസ്റ്റ്യൻ പാഷ ഇവിടെ കട്ടൻ ചായ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലെബനോന്റെ മണ്ടയ്ക്ക് അടിച്ചുകൊണ്ടിരിക്കുക. പാലങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നു. അനവധി പേർ ഓടിക്കൊണ്ടിരിക്കുന്നു. ബൈബിളിൽ ഇതൊക്കെ ഉണ്ടോ? ഏഷ്യാനെറ്റുകാർ മനോരമ പറയുന്നതിനെ പറ്റി ഞങ്ങളുടെ ബൈബിളിൽ ഇത് ശെഖരിയ പ്രവചനം 11:1-2 വായിച്ചിട്ട് മോളെ ലെബനോനെ അടിക്കോ? വായിക്കാം. ലെബനോനെ ദേവദാരുക്കൾ തീക്കിരയായി തീരേണ്ടത്. കിടക്കുന്ന 10-20 ഫ്ലൈറ്റാ ലെബനോനിൽ പോയി അടിച്ച് കത്തിക്കുക. നിന്റെ ദേവദാരുക്കൾ തീക്കിരയാകും. അടുത്തത്, വാതിൽ തുറന്നു വെക്കുക. വാതിൽ തുറന്നു വെക്കുക. ദേവദാരു വീണു. അപ്പൊ ആരണ്ട് വിചാരിച്ചു ദേവദാരു എന്തോന്ന്? പണ്ട് ഏതോ സിനിമാക്കാരൻ പാട്ടുപാടി ദേവദാരു പൂത്തു എൻ മനസ്സിന് താഴ്വരയിലെന്നോ. അമന ചേച്ചി, ദേവദാരു കേരളത്തിലല്ല, ലെബനോനിലെ ഏറ്റവും നല്ല മരമാ ദേവദാരു. ഇവിടുത്തെ കെണിക്കുന്ന പോലെ സ്വോത്രം. അതിനെ മുഴുവൻ കത്തിച്ച് കളഞ്ഞു ഇസ്രായേൽ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മഹത്തുക്കൾ നശിച്ചുമിരിക്കുക. ആ കമാൻഡർമാരെ മുഴുവൻ, ഹിസ്ബുള്ളയുടെ ലീഡർമാരെ മുഴുവൻ ഡ്രോൺ വെച്ച് അവന്മാർ കൊന്നു കളഞ്ഞു ഇസ്രായേൽ. കിടക്കുന്നു. അടുത്ത വാക്ക് വായിക്കാം. സരളവൃക്ഷമേ ഓളിയിടുക. കുഞ്ഞുങ്ങൾ ജീവനും കൊണ്ട് കെട്ടും കിടക്ക എടുത്തുകൊണ്ട് വന്ന കണ്ടില്ലേ? സന്തോഷമില്ലല്ലോ? ഇവിടെ നല്ല അല്പകാമം കുടിമന്തിയിൽ നിന്നിട്ട് കർത്താവിനെ സ്തുതിക്കുന്നില്ല. മനസ്സിലാകുന്നവർക്കായി സിറിയയിലും ഗസയിലും അത് കഴിഞ്ഞിട്ട് ലെബനോനിലെല്ലാം ട്രാക്ട് കൊടുക്കുക. മദ്യമയക്കുമരുന്നല്ലോ. ഹെലികോപ്റ്ററിനകത്ത് ഇസ്രായേൽ ട്രാക്ട് കൊടുക്കുക. കുഞ്ഞുങ്ങളോട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോളാം, ഇവിടെ ബോംബിടുവാന്ന്. സരളവൃക്ഷം ഓളിയിടുന്നു. അടുത്തത് ബാഷാനിലെ വായിച്ചോ മോളെ. ദുർഗമവനം വീണിരിക്കുകയാൽ ലെബനോനിലെ സൗത്ത് ലെബനോൻ 20 കിലോമീറ്റർ ഇസ്രായേൽ പിടിച്ചടക്കി. അതിന്റെ ഇടയ്ക്ക് വേറെ സംഭവം കൂടെ നടക്കാൻ പോകുന്നു. അറബ് ലീഗ് അവനെതിരെ തിരിയാൻ പോവാ. കഴിഞ്ഞ ദിവസം ട്രംപ് പറയാന്ന് ബെഞ്ചമിൻ നെതന്യാഹുവോട്, നമ്മുടെ അപ്പച്ചൻ കാൽ ചവിട്ടിയാന്ന്. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി എല്ലാം പിടിച്ചോളാം. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ഇന്നലെ രാത്രി ലെബനോനെ അടിക്കുന്നത്. ഇതെല്ലാം ടെലിവിഷനകത്ത് കാണാം. അടുത്ത വാക്ക് വായിക്കാം. കാശാലിലെ കരുവേലകമേ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ലെബനോനകത്ത് കരച്ചിൽ. ലിറ്റിൽ നദിയുടെ 6 പാലങ്ങൾ തകർത്തുകൊണ്ട് ഇസ്രായേൽ തെക്കൻ ലെബനോൻ കയ്യേറുന്നു. നമ്പർ 1 ഗാസ, നമ്പർ 2 ലെബനോൻ, 3 വായിക്കുന്നു സിറിയ, അത് കഴിഞ്ഞ് ഇറാൻ, അത് കഴിഞ്ഞ് യമൻ. യെശയ്യാ പ്രവചനം 17:1-2 സീരിയസ് അടി. യെശയ്യാ പ്രവചനം 17:1-2 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവചനം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചോട്ടെ മോളെ. ദമ്മേശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം. സിറിയയുടെ തലസ്ഥാന ഡമാസ്കസ്. അടുത്തത്, ഇതാ ദമ്മേശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. കഴിഞ്ഞ യുദ്ധകാലത്ത് അവനെ അടിച്ചങ്ങ് നിരത്തി. ആരാണെന്നറിയാമോ? ഇസ്രായേൽ അവനെ അടിച്ചു നിരത്തി. അടുത്ത വാക്ക്, അത് ശൂന്യ കൂമ്പാരമായി തീരും. ഇന്ന് സിറിയ ഒരു കുഞ്ഞുങ്ങളെ ഇസ്രായേലിനെ അടിക്കാനില്ല. മൊത്തം തീവ്രവാദി കേന്ദ്രങ്ങളെല്ലാം തകർത്ത് കളഞ്ഞു. അടുത്ത കടൽ തീരത്ത് 2 എണ്ണം കിടപ്പുണ്ട്. യമൻ, ഇറാൻ, ഹോർമോസ് കടലിനോട് ചേർത്ത്. അതിന് ടോട്ടലായി വിളിക്കുന്ന അരോവർ എന്ന് നമ്മുടെ ഇവിടെ കിടക്കുന്ന ഹോർമോസിനോട് ചേർന്ന് കിടക്കുന്ന ആ കടൽ തീരങ്ങളെ ആക്രമിക്കും. വായിക്കാൻ മക്കളെ. അടുത്ത വാക്ക്, അരോവർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. കിടക്കുന്ന ഇറാനിലുള്ള ഒരു ജീവനം കൊണ്ടോടി, യമനിലുള്ള ഒരു ജീവനം കൊണ്ടോടി. അമ്മാമേ, ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് അല്ല, 5 രാജ്യങ്ങളെ അവൻ കട്ടക്കടിച്ചു. 1 ഗാസ, 2 ലെബനോൻ, 3 സിറിയ, 4 ഏറ്റവും നിർണായകമായി യമൻ, 5 കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെയും അടിച്ചു. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറാനെ അടിച്ചപ്പോൾ ഒരു സംഭവം ഉണ്ടായി. 2 ദിവസമായി ഇറാനെ 2 ആഴ്ച ഇറാനെ അടിച്ചത്. അന്ന് ഇറാനിലെ മതനേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ആയത്തുള്ള ഖൊമൈനി. എന്തുകൊണ്ട് അന്ന് ഇസ്രായേൽ അദ്ദേഹത്തെ കൊന്നില്ല? ബാക്കി എല്ലാവരും കേൾക്കണം. ഇതാ അന്തിമ യുദ്ധത്തിന്റെ നാളുകൾ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ബെഞ്ചമിൻ നെതന്യാഹു. അവരുടെ പാർലമെന്റിന്റെ പേര് നെസറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി 26-27 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയി. ആ സമയത്ത് അവരെ പാർലമെന്റ് പ്രസംഗിച്ചു. കാര്യം, അമേരിക്കക്കാരനല്ലാത്തൊരു വെള്ളക്കാരന് യഹൂദന്റെ പാർലമെന്റ് കേറ്റത്തിലെ സെബാസ്റ്റ്യൻ പാസ്റ്ററെ, നമ്മൾ ജാതികളാവൻ യഹൂദനാ. ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ കയറി. അപ്പൊ അവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ നമ്മുടെ സതീശൻ ചേട്ടൻ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം മോഡി സാർ മൈക്ക് എടുത്തു. അദ്ദേഹം പറഞ്ഞു, ശലോം ഇസ്രായേൽ. അന്നേരം മടങ്ങി വന്ന ഒരുവനുണ്ട്, യായിർ ലത്തീഫ്, ഇസ്രായേലിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. അവൻ കഴിഞ്ഞ വർഷം ആരോട് പറഞ്ഞു? ഈ നെതന്യാഹുവിനോട് പറഞ്ഞു, ഈ ഖൊമൈനിയെ കൊല്ലരുത്. അദ്ദേഹത്തിന് 86 വയസ്സുണ്ട്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, തന്നെ മരിക്കും. അതുകൊണ്ടാ കഴിഞ്ഞ പ്രാവശ്യം 2 ആഴ്ച 200 വിമാനം 200
700 പ്രാവശ്യം ടെഹ്റാനിൽ കയറി അടിച്ചിട്ട് ഒരു രക്ഷയില്ല, ഇയാളെ കൊല്ലാതെ വിട്ടു. അന്ന് ഏകദേശം തീർത്തിരുതയോ. ടെഹ്റാന്റെ പ്രത്യേകത ആണവ പ്ലാന്റുകൾ നർദീസ്, പോർട്ടോ, ഷിറാസ്, ഇസ്ഫഹാൻ, ബുഷ്കാർ, ഇവിടെ എല്ലാം ഇറാന്റെ കയ്യിലുണ്ട്. ഇവിടെ ഈ ലൈവ് കാണുന്ന പെന്തിക്കോസുകാർ കേൾക്കണം, പോസ്റ്റ് ഇടുന്നവർ കേട്ടാട്ടെ. ഇറാന്റെ കയ്യിൽ എങ്ങനെ ഇത്ര ശാസ്ത്രജ്ഞന്മാർ വന്നു? ചേട്ടന്മാരും ചേച്ചിമാരെ എഴുതിക്കോ. പണ്ട് റഷ്യ വെട്ടിമുറിച്ചപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് ജോലിയില്ല, ആശാ വർക്കർക്ക് ജോലി ഇല്ലാത്തതുപോലെ. അപ്പൊ ഇറാൻകാർ പറഞ്ഞു, നിങ്ങൾ വാ, പണം തരാം. റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാരെ കട്ടയ്ക്ക് കൊണ്ടുവന്ന ഇറാൻ ഇത്രയും ആണവ പ്ലാന്റ് ഉണ്ടാക്കിയത്. ആയത്തുള്ള ഖൊമൈനി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ ശാസ്ത്രജ്ഞരാവട്ടെ. ഇവിടെ മോളിരിക്കുന്നു, മോനിരിക്കുന്നു, അമ്മരിയ്ക്കുന്നു, കണ്ടില്ലയോ? ഈ ഖൊമൈനിയുടെ അടുത്ത് ഏത് കുഞ്ഞുങ്ങൾ ചെന്നാലും അദ്ദേഹം കൈ കൊടുത്തിട്ട് ആദ്യം പറയും, നീ ഒരു ശാസ്ത്രജ്ഞനാകണം. പാഷമാർ കേട്ടോ, 2 മതത്തിന് വേണ്ടി നിൽക്കണം, അത് കഴിഞ്ഞ് 3 രാജ്യത്തിന് വേണ്ടി നിൽക്കണം. അതുകൊണ്ടാണ് ഇറാന്റെ അകത്ത് ഇത്രയും ശാസ്ത്രജ്ഞന്മാർ. ഓരോ ദിവസവും ഇസ്രയേലും അമേരിക്കയും 10 എണ്ണം കൊല്ലുമ്പോൾ 30 എണ്ണം എഴുന്നേറ്റ് വരുക. മനസ്സിലാകുന്നവർക്കായി അവന്റെ കയ്യിലിരിക്കുക ന്യൂക്ലിയർ പ്ലാന്റ് അല്ല, അതെല്ലാം പുറകോട്ട് ഞാൻ വായിച്ചു തരാം. അങ്ങനെയെങ്കിൽ അന്ന് വെറുതെ വിട്ടു. ആ സമയത്ത് ഒരു സംഭവം നടന്നു. അന്തിക്രിസ്തു വരാനുള്ള ഒരു വഴി അവിടെ ഒരുങ്ങി. സിറിയയുടെ രാജാവ് നീങ്ങിപ്പോയി. വായിക്കുന്നു ആമോസിന്റെ പ്രവചനം 1:15. അമ്മമ്മ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ബൈബിള്. ആമോസിന്റെ പ്രവചനം 1:15. ഈ അടി നടന്നുകൊണ്ടിരുന്നപ്പോൾ വായിക്കാം. ആമോസ് 1:15. അവരുടെ രാജാവ് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. സിറിയയിലെ ഭാഷ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. അവന്റെ പ്രഭുക്കന്മാരും ഒരുപോലെ തന്നെ യഹോവ അരുളി ചെയ്യുന്നു. മക്കളെ, അടുത്ത ഞാൻ പറയുമ്പോ എസെക്കിയേലിലേക്ക് വരാം. എന്താ അതിന്റെ പ്രശ്നം എന്നറിയാവോ? സിറിയയിൽ നിന്ന് അന്തിക്രിസ്തു വരണം. അതിനാസ്പദമായിട്ട് അവിടുത്തെ രാജാവ് പോണം. ആരാ അന്തിക്രിസ്തു? യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. വീട്ടിൽ ചെന്ന് വായിക്കണം. ഉൽപ്പത്തി 49:10. എന്താ അതിനകത്ത് മക്കളോട് പറയുന്ന ഒരു കാര്യം? എന്താ ഏറ്റവും നിർണായകമായി? അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. യഹൂദ ഗോത്രത്തിലെ സിംഹമായി ആര് മടങ്ങി വരും? നമ്മുടെ കർത്താവ് മടങ്ങി വരും. അങ്ങനെയെങ്കിൽ 7 വർഷം ആന്റി ക്രൈസ്റ്റ് ഭരിക്കണം. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടി. ദൂഷണനാമം മാർപ്പാപ്പയല്ല, സഖാവ് പിണറായി വിജയനല്ല, ബരാക് ഒബാമയല്ല. അന്തിക്രിസ്തു ആരെ? സിറിയയിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഉൽപ്പത്തി 49:17. ദാൻ വഴിയിൽ ഒരു പാമ്പ്, പാതയിൽ ഒരു സർപ്പ. അതുകൊണ്ട് സിറിയയിലെ പ്രസിഡന്റ് സലങ്കാലിയാക്കി സിറിയ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത്. അന്തിമ യുദ്ധം കഴിഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരും, യഹൂദന്റെ ജീനിൽ നിന്ന്, ദാൻ ഗോത്രം. അത് പറയുമ്പോൾ അടുത്ത കാര്യം, അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിനകത്ത് 1,44,000 പേരുടെ ഒരു കണക്ക് കാണിക്കുന്നു. അതിനകത്ത് ഇസ്രായേലിലെ 12,000 ഓരോ ഗോത്രം കാണിക്കുമ്പോൾ ദാൻ ഗോത്രമില്ല. അതിനകത്ത് മനശ്ശെ ഗോത്രമുണ്ട്. അങ്ങനെയെങ്കിൽ IGO ഇന്ന് സെബാസ്റ്റ്യൻ ബാസി കൺവെൻഷൻ നടക്കുമ്പോൾ ഈ 2025 ഒരു കാര്യം ആര് പറഞ്ഞെന്നറിയാമോ? നെതന്യാഹു പറഞ്ഞു, സകല യഹൂദന്മാർക്കും മടങ്ങി വരാ. ബൈബിളിനകത്തുണ്ടോ യഹൂദൻ ലോകരാജ്യങ്ങളിൽ നിന്ന് മടങ്ങി വരും? ഇന്ന് രാത്രി ഇതാ നമ്മുടെ സുവിശേഷ പ്രസംഗം. ഇന്ന് നിങ്ങൾ നമ്മുടെ ചർച്ച് ഗ്രൗണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാം. ഇസ്രയേലിന്റെ എയർപോർട്ട്, ആ എയർപോർട്ടിന്റെ പ്രത്യേകത ഡേവിഡ് ബെൻഗൂറിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ ഒരു കൗണ്ടർ ഓപ്പൺ ആയി. റോഷ് ഹോസന്ന, മടങ്ങി വരുന്ന യഹൂദന് കൈ കൊടുക്കാൻ. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേരാ ഏലാ താഴ്വര. അവിടെ നിന്ന് 1000കണക്കിന് വീടുകൾ പണിയുന്നു. ചെറുപ്പക്കാരൻ നോട്ട് ചെയ്യാ. ഈ കൺവെൻഷന് വേണ്ടി കരുത്തദാസൻ നോട്ടീസ് അടിച്ചപ്പോൾ പലസ്തീന്റെ വെസ്റ്റ് ബാങ്കിൽ കേരളത്തിലെ ലൈഫ് മിഷൻ പോലെ 6000 വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. മടങ്ങി വരുന്ന യഹൂദ. അതിനോടനുബന്ധിച്ച് നിങ്ങളോടൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എറണാകുളത്ത് തോപ്പുംപടി കൺവെൻഷന് പോയി. അവിടെ ഐക്യ കൺവെൻഷൻ പ്രസംഗിച്ചു കഴിഞ്ഞു. അനിൽ പാസ്റ്റർക്കൊക്കെ അറിയാം എന്താ സംഭവിച്ചത്. അവിടെ യോഗം കഴിഞ്ഞ് IPCയിൽ ഒരു അച്ചായൻ്റെ പാസ്റ്റർ വീട്ടിൽ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്നത്. നല്ല കാലാവസ്ഥ, നല്ല കാറ്റും. എനിക്കും ഇഷ്ടപ്പെട്ടു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. നല്ല ചൂണ്ടയിട്ട മീനും തിന്നാം, മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അപ്പം ഞാൻ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ഇവിടുത്തെ യഹൂദന്മാരെല്ലാം പോയോ? അപ്പോൾ അദ്ദേഹം പറയും, ഇനി ബാബുച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പോയെന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഞാൻ ചോദിച്ചു, സാറെ വീട് വല്ലതും കൊടുക്കാറുണ്ടോന്ന്? സ്വോത്രം. അപ്പം IPCയിലെ സെൻട്രൽ പാസ്റ്ററിൽ വിടുവോ? പാസ്റ്ററെ കാശുണ്ടോന്ന്? ഞാൻ പറഞ്ഞ് പ്രസംഗിച്ച കാശെല്ലാം ഞാനിങ്ങനെ ചുറ്റി വെച്ചിരിക്കുകയാണ്. സ്വോത്രം. ഉടനെ പുള്ളി പറയാ, പാസ്റ്റർ ഞാനൊന്ന് മേടിക്കാൻ നോക്കിയിട്ട് അവന്മാർ കൊടുക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അവന്മാർ വീട് പൂട്ടി എന്തോ ചെയ്യോ? ആരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്? ഇസ്രായേലിൽ ഇരുന്ന് ഓൺലൈനിൽ കീ കൂക്കു അടിക്കുക എന്ന്, കരം വാട്ടർ ബില്ല്. സന്തോഷമില്ലല്ലോ, എവിടെ ഇരുന്നാലും അടിക്കാന്ന്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അത് കഴിഞ്ഞ് ഇരിങ്ങാലക്കുട, ചാലക്കുടി, അങ്കമാലി. ചെറുപ്പക്കാർ കേട്ടാട്ട് പണ്ട് നമ്മുടെ കരുണാകർജി മത്സരിച്ച മാള ഏതാ? യഹൂദന്റെ പദം മായിലാക. ഒറ്റ വർണ്ണവും എല്ലാം പോയി. இந்த நாட்களில் நான் உலகத்தின் முடிவும் கடைசிக்கால செய்திகளும் பேசுகிறக்கு அருமையான தமிழ் மக்களுக்கு செய்தி கொடுக்க நான் சென்னை பட்டணத்தில் போயிருக்குது. எவ்வளோ பல்லாவரம், அதுக்கு மேல் பெரும்
கோயம்பூர் ஐநவாரம் அங்க சென்னப்போ ஒரு அருமையான ஊழியக்காரன் காத்துட்டு என்ன பேசியிருக்கு, ஐயா முன்னாடி இது யகூத ஜூத ஸ்ட்ரீட்டாருன்னு ஒண்ணுமே கிடையாது, எல்லாம் പോയെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. തമിഴ്നാട്ടിൽ നിന്നും എല്ലാം പോയെന്ന്. സ്വോത്രം. സകല യഹൂദന്മാരും മടങ്ങിപ്പോകുന്നു. എന്തിനു വേണ്ടി യഹൂദൻ മടങ്ങിപ്പോന്നു? വരുന്നു ഒരു മൂന്നാം ലോകമകായിത്തം യഹൂദന് വേണ്ടി സിനഗോഗ്. ബാക്കി ഇവിടെ ഇരിക്കുന്ന കോസുകാരെല്ലാം കേട്ടാട്ടെ. കഴിഞ്ഞ 2025 ഇസ്രയേലിലെ പ്രധാനമന്ത്രിയുടെ പേര് ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം മോഡി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ 6000 പേര് എവിടെ കിടക്കുന്നെന്നറിയാമോ? വടക്കേ ഇന്ത്യ കിടപ്പുണ്ട്. 5 സ്റ്റേറ്റ്, മണിപ്പൂർ, ആസാം, ഷില്ലോങ്, മേഘാലയ, അവരാ കിടക്കുന്ന ബെനി മനാസെ. അതിനുശേഷം ഇസ്രയേലിലെ വിദേശകാര്യമന്ത്രി ഇറ്റാമിൻ ബെൻഗീർ അദ്ദേഹം അമിത്ഷായെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പടിപടിയായിട്ട് അവരെ കൊണ്ടുപോകുക. ഇനി സജു ചാത്തന്നൂർ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഇസ്രയേലിന്റെ വിമാനം ന്യൂഡൽഹിയിൽ ഇറങ്ങി ബെനി മനാസെ ദാൻ ഗോത്രം പോയാൽ വെളിപ്പാട് പുസ്തകത്തിനകത്ത് മനസെ ഗോത്രത്തെ, മനസെ ആരാ? യോസഫിന്റെ കൊച്ചുമക്കൾ, അതാ ബെനി മനാസെ. വേറെ ഒന്ന് ഞങ്ങളുടെ ജോസഫാസ് പാട്, എഫ്രായിം നീ എന്റെ വത്സല പുത്രൻ. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്ക് സ്വോത്ര. ഇത് യോസഫിന്റെ മക്കളാ ബെനി മനാസെ. അവരെല്ലാം കൊണ്ടുപോയി. ഇനി രാത്രി സജു ചാത്തന്നൂർ ഇവിടെ വന്നില്ലെങ്കിൽ ന്യൂഡൽഹിയിൽ നിന്ന് 1600 യഹൂദന്മാരുമായിട്ട് വിമാനം ഈ വർഷം യാത്രയാകുന്നു. അമിത്ഷായുടെ കയ്യിൽ നിന്ന് പേപ്പർ മേടിച്ചു കഴിഞ്ഞു. ആലിയ 2026 വിമാനത്തിനകത്ത് പോകാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ടോ ഈ യുദ്ധത്തോടു കൂടി യഹൂദൻ മടങ്ങി വരും? എല്ലാവരും കേൾക്കണം. എസെക്കേൽ പ്രവചനം 36-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഇപ്പോൾ നടക്കുന്ന സംഭവം ഇന്ത്യ. എസെക്കേൽ പ്രവചനം 36-24-ാമത്തെ വാക്യം. ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, ഞാൻ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് കരമുയർത്തുന്നവർക്കായി ഇതാ സുവിശേഷ പ്രസംഗം. സകല യഹൂദനും മടങ്ങി പോകുന്നു. അമ്മാമ യഹൂദൻ മടങ്ങി പോകുന്നതിന്റെ പിൻപിൽ ഒരു ലോകമഹായുദ്ധം വരാറായി. അതോടൊപ്പം യഹൂദൻ ഒരു ആലയം വരാറായി. എന്നാൽ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് 2 ആലയം ഭൂമി കാണത്തില്ല. ആന്റി ക്രൈസ്റ്റ് വന്ന് യഹൂദന് വേണ്ടി ഒരു ആലയം പണിഞ്ഞ് അവിടെ ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാൻ കാലമായി. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടാൻ കാലമായി. ഇന്ന് രാത്രി ഞങ്ങൾ ഈ പട്ടണത്തോട് പറയുന്നു, കാലം സമീപ, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. സകല യഹൂദനും മടങ്ങി വരുന്നു. തീർന്നില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൺവെൻഷൻ ആരംഭിച്ചതിനടുത്ത് വെടിനിർത്തൽ. എന്തിനു വേണ്ടി വെടിനിർത്തൽ? എന്തിനു വേണ്ടി? ഇറാൻ ഇസ്രായേലിനെ ഇസ്രായേൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു. എല്ലാവരും കേൾക്കണം, വളരെ ക്ലിയറായിട്ട് പറഞ്ഞുതരാം. ഈ അമേരിക്ക, ഈ ട്രംപ് എന്ന് പറഞ്ഞ ഒരു വായാടി, അമേരിക്കക്കാർ കേട്ടാലും കുഴപ്പമില്ല, സ്വോത്രം. അവനെ ഈ ബിസിനസ്സുകാരനാണ്. അമേരിക്കയുടെ പൊതുക്കടം എത്രയാണെന്നറിയാവോ? 37.12 അമേരിക്കയുടെ കടം. ഇപ്പം 5.5 കോടിയും കൂടെ ട്രില്യൺ എടുത്തിട്ടുണ്ട്. ഇനി അമേരിക്കയ്ക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഇടയ്ക്ക് 50% ടാക്സ് കാശില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു, ഇസ്രായേൽ കൂട്ടുചേർക്കുന്നു? ഇതായിരുന്നു ഈ നടന്ന സംഭവം. ലോകത്തിലെ 5 എണ്ണരാഷ്ട്രങ്ങൾ. പഠിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ കാനാവിലെ കല്യാണം നല്ലതുപോലെ പ്രസംഗിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്കും അറിയാതെ ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ലോകത്തിലെ 5 എണ്ണരാഷ്ട്രം. 1 വെനീസല, 2 ഏറ്റവും നിർണായകമായ സൗദി ആരംഭം, 3 കുവൈറ്റിലെ നാഷണൽ പെട്രോളിയം KNPC, 4 റഷ്യ, 5 ഇറാൻ. അപ്പൊ വെനീസല ഈ വർഷത്തിൽ ട്രംപ് അടിച്ചൊതുക്കി കയ്യിലാക്കി. പിന്നെ അരംകോ അമേരിക്കയായിട്ട് പാർട്ട്ണർഷിപ്പ്, കുവൈറ്റ് അമേരിക്കയായിട്ട് കസ്റ്റഡി, റഷ്യയെ തൊടാൻ പറ്റിയാൽ അവ ശരിയാക്കും. അങ്ങനെയെങ്കിൽ 5ാമത് ഒരുവനെ പിടിച്ചാൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. അതിനു വേണ്ടി ഇറാനെ പിടിക്കാൻ ഇറങ്ങിയതാ. ബാക്കി ചെറുപ്പക്കാരെല്ലാം കേട്ടോണോ? ഈ ലൈവ് കേട്ടോണോ? ഇറാനകത്ത് 4 ദ്വീപ എണ്ണ എടുക്കുന്നത്. 1 കിഷ്, 2 കിഷാം, 3 അബുമൂസ, 4 കാർഗ് ദ്വീപ്. മനസ്സിലാകുന്നവർക്കായി മാതൃഭൂമി ചാനലൊന്നും കണ്ട് ഇതൊക്കെ കേട്ടോ, നോട്ട് ചെയ്തോ. കാർഗ് ദ്വീപ് 8-14, 12 കിലോമീറ്റർ, 8 നീളം, 4 വീതി. അതാ ലോകത്തിലെ പവിഴപ്പുറ്റ് ഏറ്റവും കൂടുതൽ എണ്ണ, മറു സൈഡിൽ ഗ്യാസ്. ഇത് കിട്ടിയാൽ അമേരിക്ക രക്ഷപ്പെടാൻ വേണ്ടിയാ ഇസ്രായേലിനെ കൂട്ടുപിടിച്ചത്. എന്നിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു, കൊമേനിയെ നിങ്ങൾ തീർക്കാം, എണ്ണ ഞങ്ങളും പിടിക്കുക, കരമുയർത്തുന്നവർക്ക്. സന്തോഷമില്ലല്ലോ? അതിനുവേണ്ടി അന്ന് അമേരിക്കയിലെ ട്രംപ് ചേട്ടൻ പറഞ്ഞതാ 6 ദിവസം കൊണ്ട് ശരിയാകുമെന്ന്. LDF എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞോളൂ. സ്വോത്രം. ഇപ്പൊ പുള്ളി തല ഊരിയതല്ലാതെ രക്ഷയില്ല. ആരാ അമ്മമ്മ? ഇറാൻ സാധാരണ പുള്ളിയല്ല.
ഏകദേശം 11 കോടി ജനമായി ഇറാന്, 10 ലക്ഷം പട്ടാളക്കാർ, ഇന്ത്യയുടെ കണക്കൊരു രാജ്യം. നിങ്ങൾ തിന്നുന്ന നല്ല പിസ്തയുണ്ടല്ലോ, ഏറ്റവും നല്ല പിസ്ത ഇറാനകത്ത്. അതിനുശേഷം മുരിങ്ങയ്ക്കയുണ്ട്, അമരയ്ക്കായുണ്ട്, എണ്ണയുണ്ട്, പാമോയിലുണ്ട്, സവാളയുണ്ട്, ചോളമുണ്ട്, ഗോതമ്പുണ്ട്. ഇത്രയൊക്കെ പോരെ മനസ്സിലാകുന്നവർക്കായി ചുട്ടു തിന്നാം. സ്വതന്ത്രം. അമേരിക്ക വിചാരിച്ച് പരിപാടി റെഡിയാവുന്നു. അങ്ങനെയെങ്കിൽ ആക്രമിച്ചു തുടങ്ങി. ആരെ ആക്രമിച്ചു? ഇറാനെ ആക്രമിച്ചു. ഇതൊരു വെടിനിർത്തൽ വരുമോ? അങ്ങനെയെങ്കിൽ പിൻപിൽ എന്ത് സംഭവിക്കും? വായിക്കുന്നു യിരെമ്യാ പ്രവചനം. ഇന്ന് നടന്ന സംഭവം ബൈബിളിനകത്ത്. യിരെമ്യാ പ്രവചനം 49 അധ്യായം 35, 36. ഇപ്പം നടന്ന സംഭവം. കഴിഞ്ഞ വർഷം ഇസ്രായേൽ വെടിനിർത്തി. ഈ വർഷം അമേരിക്ക ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചു. വായിക്കുന്നു യിരെമ്യാ പ്രവചനം 49, 35, 36 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചേട്ടെ. യിരെമ്യാവ് 49, 35, 36. ഏലാമിന്റെ വില്ല്. ഞങ്ങളല്ല പാസ്റ്റർമാരല്ല, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഏലാമിന്റെ മുഖ്യബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഞാൻ ഏലാമിന്റെ മുഖ്യബലമായ അവന്റെ വില്ലൊടിച്ചു കളയും. മതി. ഞാൻ പറയുമ്പോ ഏലാമിന്റെ ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റ് അവന്റെ മുഖ്യബലം. അത് മുഴുവൻ കഴിഞ്ഞതും ഈ ദിവസങ്ങളിൽ അവരെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞ മിക്ക ആണവായുധങ്ങളും ഞങ്ങൾ തകർത്ത് കളഞ്ഞു. ഏലാമിന്റെ നേരെ, ഇറാന് നേരെ. വായിക്കാം, അഴിച്ചോ. ഞാൻ ഏലാമിന്റെ നേരെ ആകാശത്തിന്റെ 4 ദിക്കിൽ നിന്നും 4 കാറ്റ് വരുത്തി. കിടക്കുന്ന കരേന്നടിക്കും, കടലിന്നടിക്കും, ഹോർമോസിന്നടിക്കും, ഇറാൻ ഇസ്രായേലിന്റെ മണ്ണിന്നടിക്കും. 4 സ്ഥലത്തുനിന്ന് വിമാനം ഇറാനെ അടിച്ച് ശരിയാക്കുന്നു. 200 വിമാനം ഒരു സമയം ഇറാന്റെ മണ്ണിൽ കയറിയത്. സ്വോത്രം കണ്ടോ? കരയെന്നും കടലിൽ നിന്നും കപ്പലിൽ നിന്നും ഇറാനെ അടിക്കുമെന്ന്. അടുത്ത വാക്ക് വൈര്. 4 കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിന്മേലും കാറ്റുകളിലേക്കും അവരെ ചിന്തിച്ചു കളയും. ഇറാനകത്ത് ജനം ചിതറി ഓടും. അതുകൊണ്ട് ഇന്ത്യക്കാരോടത്തൊക്കെ ഇടയ്ക്ക് സ്ഥലം വിടാൻ പറഞ്ഞ. അടുത്ത വാക്ക്. ഏലാമിന്റെ വൃക്ഷന്മാർ ചെല്ലാത്ത ഒരു ജാതികയും ഉണ്ടായിരിക്കുകയില്ല. ഇറാനിലെ പണക്കാരടി വരുന്ന കണ്ട് നേരെ സ്ഥലം വിട്ടുപോയി. അടുത്തത് ഏലാം. വായിച്ചാട്ടെ. ഏലാമ്യരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിലും ശത്രുക്കളുടെ മുമ്പിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും. ഇസ്രായേൽ ഇറാനോട് പറയുന്നത്, ജനത്തെ കൊല്ലണ്ടെങ്കിൽ ഭരണം മാറണം. കരമുയർത്തുന്നവർക്കായി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്കവാതിൽക്കലായിരിക്കുന്നു. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് ഈ രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പിന്നെ അടുത്ത കാര്യം കൂടി ലൈവ് പോകുന്നതുകൊണ്ട് പറയുക. എന്തിന് സൗദിയെ ആക്രമിക്കുന്നു, UAE ആക്രമിക്കുന്നു, കുവൈറ്റിനെ ആക്രമിക്കുന്നു, ഖത്തറിനെ ആക്രമിക്കുന്നു. 2 വാക്യം കൂടെ കഴിയുമ്പോൾ ഇടവേളയ്ക്കുമ്പോൾ ഖത്തറിനെ ആക്രമിക്കുന്നു. കാര്യം, ഇറാൻ അമേരിക്ക ആക്രമിക്കണമെങ്കിൽ 11,500 കിലോമീറ്റർ പോകണം. അത്രയും മിസൈൽ പോകത്തില്ല. ഇസ്രായേലിനെ ആക്രമിക്കണമെങ്കിൽ 1900 കിലോമീറ്റർ 4 രാജ്യങ്ങളുടെ മേളിൽ കൂടെ കയറി പോകണം. ജോർദാന്റെ മേളിൽ, ഈജിപ്തിന്റെ മേളിൽ കൂടെ കയറി അക്കരെ ചാടണം. അപ്പൊ അമേരിക്കയോട് കൈ കൊടുക്കുന്ന 6 ചേട്ടന്മാർ ഇവിടെ കിടപ്പുമോ? അവരാണ് അബ്രഹാമിന് കെതൂറയിൽ 6 മക്കളുണ്ടായി. അതിന്റെ പേരാ GCC. അതാ 1 സൗദി, 2 UAE, 3 ബഹ്റൈൻ, 4 ഖത്തർ, 5 കുവൈറ്റ്, അത് കഴിഞ്ഞിട്ട് 6 മസ്കറ്റ്. മനസ്സിലാകുന്നവർക്കായി ഉൽപ്പത്തി 25. അതുകൊണ്ട് കോസുകാർ കേട്ടോണം. ദുബായിൽ നിന്ന് ലോൺ എടുത്തിട്ട് സൗദി ഇപ്പം നിൽക്കരുത്. എയർപോർട്ടിൽ വെച്ച് കമ്പ്യൂട്ടർ തൂക്കും. സന്തോഷമില്ലല്ലോ. ഇതാ GCC. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. മസ്കറ്റിൽ നിന്ന് കൊലപാതകം കാണിച്ചിട്ട് പ്രൈസ് ദി ലോർഡ്, ഞാൻ ദുബായി പോകാൻ പോവാ. ദുബായി ഇറങ്ങുമ്പോൾ അവൻ്റെ തലയ്ക്ക് പിടിച്ച് അന്നേരെ കൊണ്ടുപോകും. അവരുടെ കമ്പ്യൂട്ടർ ഒന്നാ. ഉൽപ്പത്തി 25. അബ്രഹാമിന് ഗദൂറയ്ക്ക് ശേഷം ഒരു ഭാര്യ ലഭിച്ചു. അവന്മാരൊന്ന്. എന്തിനവരെ ആക്രമിക്കുന്നു? അമ്മമ്മ ഇത് കേട്ടോണം. സൗദിയിൽ അരംകോ, അമേരിക്കാറ്റ് പാർട്ട്ണർ, അവിടെ ഒരു എയർബേസ് ഉണ്ട്, അമേരിക്കയുടെ അൽഖർജ എയർബേസ്. 2 അബുദാബി മുസബയോട് ചേർന്ന് അമേരിക്കയുടെ അടുത്ത എയർബേസ്. അതിൻ്റെ പേരാ ഏറ്റവും പിന്നെ അബുദാബി മുസബയോട് ചേർന്ന് അടുത്ത ഇത്തിയാദ് എയർബേസ്, 2ാമത്തെ എയർബേസ്. 3 ഖത്തറിൽ ഹുദ്ഗുദ് എയർബേസ്. അത് കഴിഞ്ഞിട്ട് ബഹ്റൈനിൽ അമേരിക്കയുടെ കപ്പൽപ്പട കിടപ്പുണ്ട്. അതിൻ്റെ പേരാ ജുബൈർ കപ്പൽപ്പട, അമേരിക്കയുടെ 5ാമത്തെ പ്ലാറ്റൂൺ. 6 കുവൈറ്റ്, 5 കുവൈറ്റിനകത്ത് കിടപ്പുണ്ട് അൽസലാം എയർബേസ്. അത് കഴിഞ്ഞ് മസ്കറ്റുകാർ സ്ഥലം കൊടുത്തിട്ടില്ല. വെള്ളറുടെ ഡിപ്പോ പാർക്ക് ചെയ്യുന്നുള്ള 2 കപ്പൽ പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തു. അതുകൊണ്ട് മസ്കറ്റിനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡ്രോണെ അടിക്കുന്നുള്ളൂ. സന്തോഷമില്ലല്ലോ. ബാക്കിയുള്ളമാർക്ക് തകർക്കുക. സ്വോത്രം. എന്തുകൊണ്ട് സൗദിയനെ ഇതിനെ ബഹ്റിനെ കൂടുതൽ അടിക്കുന്നു? ബാക്കിയൂടെ കേട്ടോണോ? അബ്രഹാം അക്കോഡ്. ആദ്യം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ വിളിപ്പിച്ചു. ആദ്യം UAE ഷേഖും ബഹ്റിലെ ഷേഖും കൈയൊപ്പിട്ടു. ട്രംപ് പറഞ്ഞ് നമ്മളെല്ലാം അവറാച്ചാൻ്റെ മക്കളാണ്. സന്തോഷമില്ലല്ലോ. മനസ്സിലാക്കുന്നവർക്കായി ഈ കരാറിലൊപ്പിട്ട 2 രാജ്യങ്ങളവന്മാർ. അതുകൊണ്ടാണ് കട്ടക്കിട്ടടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ
ഒരു വെടിനിർത്തൽ കൊണ്ടുവന്നിരിക്കുക. രണ്ടുപേരും കുഴഞ്ഞുപോയി. ഇറാനെ പിണങ്ങ് ഒതുക്കാൻ പറ്റത്തില്ല. കാര്യം ഇറാന്റെ പിന്നിൽ റഷ്യ, അവൻ്റെ സാറ്റലൈറ്റ് വഴി ഇത് ചെയ്യുന്നത്. പണ്ട് ഇറാന്റെ മിസൈലൊക്കെ കടലിൽ വീണതാ. കഴിഞ്ഞ ജൂണിൽ കോസുകാരെല്ലാം കേട്ടോ, കഴിഞ്ഞ ജൂണിൽ ആദ്യ തടി കിട്ടിയപ്പോൾ ഇറാന് പിടികിട്ടി. ഇനി അവരടിക്കാൻ സാധ്യത. നമ്മുടെ നമ്മുടെ ശംഖുമുഖത്ത് കടലിൽ ബോട്ട് വരുന്നത് പോലെ ആരും അറിയാതെ റഷ്യയുടെ സ്റ്റെൽത്ത് മിസൈൽ എല്ലാം കൊണ്ടുവന്ന് ഇറാൻ ഈ 2000 കിലോമീറ്റർ മലയുടെ അടി വെച്ചേക്കുക. അതിൻ്റെ പ്രത്യേകത എന്താ? നമുക്കിവിടെ ഇൻ്റർനെറ്റ് സിറ്റി ഉണ്ട്, പിന്നെ ബൈബിൾ സിറ്റി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് സ്മാർട്ട് സിറ്റി ഉണ്ട്, അത് കഴിഞ്ഞ് ടെക്നോ സിറ്റി ഉണ്ട്. ഇറാൻ്റെ സിറ്റിയുടെ പേരാ മിസൈൽ സിറ്റി. കര ഉയരുന്നില്ലല്ലോ അച്ചായ, മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ആറ്റിനകത്ത് തോട്ട ഇടുന്ന പോലെ അവന്മാർ വെച്ചേക്കുക. ഓരോ ഗ്രാനൈറ്റ് പൊക്കും ഓരോരുത്തരും. മെനഞ്ഞാന്ന് അവിടെ വെടി നിർത്തിയതാണ്. പക്ഷേ ഈ പട്ടാളക്കാരെ ഡ്രോൺ ഏൽപ്പിച്ചിട്ടുണ്ട്. ജോസ് പാസ്റ്ററെ കേട്ടോ, അനിലെ കേട്ടോ, ഈ പട്ടാളക്കാരെ 8 കിലോയുടെ ഡ്രോണുണ്ട്. 4 ഡ്രോണാണ് ഓരോരുത്തൻ്റെ കയ്യിരിക്കുന്നത്. നമ്മുടെ പരവൂർ ദുരന്തത്തിന് പുറ്റിങ്കലിന് പടക്കം വിട്ടല്ലോ, അവന്മാരെ ഇടയ്ക്കിടയ്ക്ക് പടക്കം വിടുന്ന, മനസ്സിലാകുന്നവർക്കായി. ഗവൺമെൻറ് പറഞ്ഞിട്ടും ഡ്രോൺ കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു യുദ്ധസമാപ്തി ഉണ്ടാകുമോ? ബൈബിളിനകത്തുണ്ട്. ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകത്തില്ല. അതാണ് പാസ്റ്റർ വായിച്ച വാക്യത്തിലേക്ക്. ഇരമ്യ പ്രവചനം ഇപ്പോൾ നടത്തുന്ന വെടിനിർത്തൽ വായിക്കാം. ഇരമ്യ പ്രവചനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. ബൈബിളിനകത്ത് വെടിനിർത്തലുണ്ടോ? ഇരമ്യ പ്രവചനം 6:14 വായിച്ചാട്ട് മക്കളെ. സമാധാനമില്ലാതിരിക്കെ ഇപ്പോഴും പടക്കം പൊട്ടുക. എന്നിട്ട് ലോകരാജ്യങ്ങൾ പറയാം നമുക്ക് വെള്ളം കുടിക്കാൻ സമാധാനം. വായിച്ചാട്ടെ. സമാധാനം സമാധാനം എന്നവർ പറഞ്ഞു. സമാധാനം എന്നവർ പറഞ്ഞു. എന്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. അപ്പൊ ലഘുവായ ചികിത്സയുള്ള ഈ വെടിനിർത്തൽ യുദ്ധം വരാൻ പോവാ. അതാ ബൈപാസ് പറഞ്ഞ കാര്യം. നാടൻ മലയാളം. നമ്മുടെ പടപ്പിത്തോട്ടത്തൊരു പയ്യന്റെ കാലൊടിഞ്ഞു. അവർ നേരെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. ഡോക്ടർ പറഞ്ഞ് കമ്പി ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല, നമുക്ക് പ്ലാസ്റ്റർ ഇട്ട് നീര് കുറച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് കമ്പി ഇടാം. കരമുയർത്തുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഇപ്പം താൽക്കാലികമായിട്ട് പ്ലാസ്റ്റർ ഇടുന്നതേ ഉള്ളൂ. വരാൻ പോകുന്നു 3-ാം ലോക മഹായുദ്ധം. അപ്പം നിങ്ങൾ ചോദിക്കും പാസ്റ്ററേ എന്തുകൊണ്ട് 3-ാം ലോക മഹായുദ്ധം നടക്കത്തില്ല? അതാ കർത്തൃദാസൻ എന്ന് തുടങ്ങിയത്. മത്തായി 24:14 ഈ രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. आप लोग नॉर्थ इंडिया में जाएगा 5,000 गाँव में किसी को पता नहीं है कौन है परमेश्वर. സന്തോഷമില്ലല്ലോ, സ്വോത്രം. കഴിഞ്ഞ വർഷം ഞാൻ ഒറീസ, ഛത്തീസ്ഗഡ്, റായ്പൂർ എല്ലാ നോർത്ത് इंडिया में गया. सब भाई बहन को यीशु मसीह का आने वाला धन्यवाद देने के लिए अच्छा प्रभाषण दिया. അപ്പോൾ ഒരു ഗ്രാമത്തിൽ പോയി. ഒരു പയ്യനോട് ഞാൻ ചോദിച്ചു, ബേട്ടാ आपको यीशु के बारे में मालूम है? അവൻ പറയാ हमको मालूम नहीं है, आगे गाँव में पूछो. അടുത്ത ഗ്രാമത്തിൽ പോകാൻ സന്തോഷമില്ലല്ലോ, സ്വോത്രം. വടക്കേ ഇന്ത്യയിലെ 5000 ഗ്രാമത്തിൽ ഇതുവരെ യേശു ആരാന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നത് യേശു നാളെ വരുമെന്ന്. എൻ്റെ അമ്മമ്മയും ആറാട്ടുകുഴിയിലും പെരുങ്കടവിളയിലും തോട്ടം എഴുതി വിൽക്കല്ലേ, ഓയിലക്കാർ നോക്കിയിരിക്കുക, റബ്ബറിന് വിലയും വരാൻ പോകും 250. സ്വോത്രം. ഇതൊന്നും പറഞ്ഞു വിടരുത്. ഒന്നാമത്തെ കാര്യം. 2 അതാ പാസ്റ്റർ വായിച്ചേ, റോമാലേഖനം 11:25 ബൈബിൾ കൂടെ വെച്ചിരിക്കണം. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. പൗലോസ്ലീഹ എന്താ പറഞ്ഞത്? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേൽ അംശമായ കാഠിന്യം. അതാ ഈ കൺവെൻഷൻ നടക്കുമ്പോൾ ഇസ്രയേൽ മുറിവേറ്റുകൊണ്ടിരിക്കുന്നത്. 3-ാമത് ഐജിയുടെ കൺവെൻഷൻ എന്താ? 2 പത്രോസ് 3:9 അതായി കൺവെൻഷൻ. ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുക. അല്പം താമസിക്കുന്നത് ദീർഘക്ഷമ കാണിക്കുന്നത്. അമ്മാമേ ഈ രക്ഷയുടെ പെട്ടകത്തിനകത്ത് ചിലരും കൂടി കടക്കണം, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് അവർ ലോകമഹായുദ്ധം ഇവിടെ വരാത്തത്. അതിനു മുമ്പ് എൻ്റെ കാന്തൻ മടങ്ങി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് ദൈവകുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം. 8 വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്താം. 1 വാക്യം കഴിയുമ്പോൾ ഇടവേള. ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ മറവിൽ റഷ്യ അറബ് ലീഗിന്റെ മേധാവിയാവും. എല്ലാ കുഞ്ഞുങ്ങളും കേൾക്കണം. എന്താ റഷ്യ അറബ് ലീഗിന്റെ മേധാവി? നിങ്ങൾ എല്ലാവരും കേൾക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ, സൗദി അറേബ്യയിൽ ഗവൺമെന്റിനെതിരെ ജനം, ദുബായിൽ ജനം, ഖത്തറിൽ ജനം, കുവൈറ്റിൽ ജനം, ബഹ്റൈനിൽ ജനം. അവർ പറയുന്നത് നമുക്ക് ഈ അടി കിട്ടാൻ കാര്യം ഈ അമേരിക്കയ്ക്ക് മണ്ണ് കൊടുത്തോണ്ട്. അതുകൊണ്ടാണ് ഇറാൻ പറയുന്നത് നിങ്ങളുമായിട്ടൊരു വിരോധമില്ല, നിങ്ങൾ മണ്ണ് കൊടുത്തോണ്ട് അടിക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാവരും കേൾക്കണം ഒരു അന്ത്യകാല സംഭവം. കഴിഞ്ഞ ദിവസങ്ങൾ BBC ചാനൽ മിറ്റ്സുബിഷിയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അറബി, ഷേഖിനേക്കാളും വലിയവൻ ജബൽ അൽ ഖബ്തൂർ, അവൻ BBCക്ക് അരമണിക്കൂർ കൊടുത്തിട്ട് അറബ് രാജ്യങ്ങളോട് പറഞ്ഞു, ഈ അമേരിക്കയെ നമുക്ക് ഒഴിവാക്കിയാൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. അങ്ങനെയെങ്കിൽ ഈ വെടിനിർത്തലിന്റെ പിൻപിൽ റഷ്യ അവർക്ക് മേധാവിയാകാൻ പോകും. വായിക്കാം. അറബ് ലീഗിന് മേധാവിയായി റഷ്യ വരുമോ? അതാ 3-ാം ലോക മഹായുദ്ധം. വായിച്ച് സഹായിച്ചട്ടെ. എസെക്കിയേൽ പ്രവചനം 38:7-8 വാക്യങ്ങൾ. എസെക്കിയേൽ 38:7-8 വാക്യങ്ങൾ. ഒരുങ്ങിക്കൊള്ളുക. നീ നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന റഷ്യയെ
ഇന്നത്തെ അറബ് ലീഗ് എല്ലാം റഷ്യയുടെ അടുത്താ പോയിരിക്കുന്നത്. റഷ്യയെ അടുത്തത് വായിച്ചോ. നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവിൻ. അടുത്തത് നീ അവർക്ക് മേധാവിയായിരിക്കുക. കരമുയർത്തുന്നവർക്കായി. ഇതാ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന മിഡിൽ ഈസ്റ്റിലെ സംഭവം. റഷ്യ അവർക്ക് മേധാവിയായി തീരും. അങ്ങനെയെങ്കിൽ ഈ അടി എവിടെ തുടങ്ങിയതാ മാമേ? അബ്രഹാമിന്റെ വീട്ടിൽ തുടങ്ങിയതാ. ആരാ? ഇസഹാക്കും ഇസ്മായിലും. ഒരമ്മയുടെ ഉദരത്തിൽ 2 അണ്ണന്മാരടിച്ചു, യാക്കോബും ഏശാവ്. മൂന്നാമത്തെ അടി ഏലാത്താഴ്വര. മനസ്സിലാകുന്നവർക്കായി ദാവീദും ഗോലിയാത്തും. അങ്ങനെയെങ്കിൽ ഒരു അന്തിമ യുദ്ധത്തിന് വേണ്ടി സൈന്യങ്ങൾ യെരൂശലേമിനെ വളയുന്ന കാലം വരാറായി. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് മോളെ. അവിടെ നിൽക്കട്ടെ ഒന്നുകൂടെ വായിച്ചാണ്. ഏറിയ നാൾ. അത് മലയാളം. നാളെ ലോകമകായിത്വം ഇല്ല. കയ്യിരിക്കുന്ന പണ്ടവും പൊന്നൊന്നും വെക്കരുത്. തമിഴ് ബൈബിൾ ഉങ്ക കയ്യിലെ ഉണ്മயான தமிழ் பைபிள் பேசுகிறது. அநேக நாட்கள் அது மட்டும் தெரியாது. யுவர் ஹேண்ட் provided with English Bible. The coming days, latter days visited. അന്ത്യദിനത്തിൽ നീ വരും. അതുകൊണ്ട് ഏറിയ നാൾ മലയാളം. വെടിനിർത്തൽ കുറെ നാൾ നിൽക്കും. ഏറിയ നാൾ കഴിഞ്ഞ് റഷ്യ സന്ദർശിക്കപ്പെടും. എവിടെ വെച്ച്? അടുത്ത വാക്ക് വായിക്കാം. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ. ചെമ്പൂര് വെള്ളറ വണ്ടി വിട്ടിട്ടേ ഉള്ളു, പേടായിട്ടേ ഉള്ളു. അടുത്ത വായിച്ചോ. പല ജാതികളിൽ ശേഖരിക്കപ്പെട്ട ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഇതല്ല അച്ചായ, ഒരു രാജ്യത്തിലേക്ക് ഒടുക്കം നീ വന്നു ചേരും. എവിടാ അത്? വായിച്ചോ. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തുന്നവർക്കായി വരാൻ പോകുന്നു. ഇസ്രായേൽ പർവ്വത നിരകളിൽ 1948 ഏപ്രിൽ 14 പെസഹവ്യാഴ് മെയ് 14 ഒരു രാഷ്ട്രം വിടർന്നു. അറബി ഓടിച്ച് മുട്ട മൂങ്ങ മൂളി ഒരു സ്ഥലത്ത് ഒടുക്കം വന്നിരും ഇസ്രായേൽ പർവ്വത. അതിന്റെ പേര് 3-ാം ലോകമഹായുദ്ധം. എന്നാൽ അതാരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കുക. അതിന്റെ പേര് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും. അതാ കുഞ്ഞ് വായിച്ചത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നവനെ ഉയർന്നവനെ താഴ്ത്തു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഉന്മൂലനാശം 2 കണ്ടു. 3-ാമത്തെ ഉന്മൂലനാശം വരാറായി. അതിനു മുമ്പ് അവകാശമുള്ളവൻ തന്റെ മക്കളെ ചേർക്കുക. മധ്യാകാശത്തിൽ വരാൻ കാലമായി. ഐജിയോയെ ഇന്ന് രാത്രി ദൈവദാസനാകുന്ന ഞാൻ വാച്ചയ്ക്ക് പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. കരമുയർത്തുന്നവർക്കായി നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തണ്ട. എന്ന് രാത്രി റോഡിനകത്തോ തെരുക്കോണിനകത്തോ നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവൻ, രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ ഇന്ന് രാത്രി താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. 1-ാമത്തെ ഇടവേള ഇനി 25 മിനിറ്റ് കൂടെ മതി. ഇന്ന് രാത്രി ഓപ്പറേഷൻ സിന്ദൂർ. ചെറുപ്പക്കാരെല്ലാം കേട്ടോണേ. എന്താ ഓപ്പറേഷൻ സിന്ദൂർ? പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ പദ്ധതി വെക്കുന്നു. 6 മണിക്ക് ഡൽഹിയിൽ നിന്ന് നല്ല AC ബസ്. അതിനകത്ത് 40 കോൺസുലേറ്റുമാരുമായിട്ട്, ഇസ്ലാമാബാദിന്റെ കോൺസുലേറ്റുമാരുമായിട്ട് പോയി. അവിടെ കയറാൻ പറ്റത്തില്ല. വാഗ അതിർത്തിയിൽ കൊണ്ട് വണ്ടി ഇട്ടിരിക്കുക. 4:30. അപ്പോൾ ഉണ്ടറാ കുഞ്ഞ ഇസ്ലാമാബാദിൽ നിന്ന് ഒരു AC ബസ്സിനകത്ത് 40 ഇന്ത്യക്കാരും വരുന്നു. ബാക്കി കേൾക്കണോ? പാകിസ്ഥാൻ കോൺസുലേറ്റിന്റെ പാസ്പോർട്ട് കൊടുത്ത് അങ്ങോട്ട് വിട്ടു. ഇന്ത്യക്കാരുടെ പാസ്പോർട്ട് മേടിച്ച് ഇങ്ങോട്ട് വാക്കി ഗേറ്റ് താഴ്ത്തി, കോടി താഴ്ത്തി. രാത്രി 8 മണിയായപ്പോൾ മിഗും മിറാഷ്, അതുപോലെ ഹെരോദയുടെ ഡ്രോണ് ഇസ്ലാമാബാദിൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലും കയറിയെങ്കിൽ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടന്നെങ്കിൽ 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കും. അതിന്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ അല്ല. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത കരമുയർത്തുന്നവർക്ക് എന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. അമ്മാമേ, വചനം ശരിയായോ? യേശു പറഞ്ഞു, യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്, ചഞ്ചലപ്പെട്ടു പോകരുത്. സംഭവിപ്പാനുള്ളത് തന്നെ. ജാതിയോടും രാജ്യത്തോടും എതിർക്ക്. ക്ഷാമവും ഭൂകമ്പോ അവിടെ ഉണ്ടാകും. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭമെങ്കിൽ ഒരു ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന ലോക സംഭവങ്ങൾ കാണുമ്പോൾ ഇന്ന് രാത്രി ഒരന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി ഇതാ അവൻ വരുന്നു. മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും. അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. ഇസ്രായേലേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.